നിറഞ്ഞപ്പോ ശക്തിയേകി നയിക്കണേ. സ്ലീഹന്മാരിൽ നിറഞ്ഞപ്പോൾ ശക്തിയേകി നയിക്കണേ. സ്ലീഹന്മാരിൽ നിറഞ്ഞപ്പോൾ ശക്തിയേകി നയിക്കണേ. ശാന്തിയേകുന്ന ദിവ്യ സന്ദേശം മാനസാന്തരമാർഗമായി യേശുവേഗ വിമോചകനെന്ന് വിശ്വമാകെ ഉദ്ഘോഷിക്കാൻ. ദൈവരൂപിയെ സ്നേഹജ്വാലയാ സ്വർഗത്തിൽ നിന്നും നീ വരൂ. അഗ്നിനാളമായി നവ്യജീവനായി ഞങ്ങളിൽ വന്നു വാണിടൂ. സ്ലീഹന്മാരിൽ നിറഞ്ഞപ്പോ ശക്തിയേകി നയിക്കണേ. സ്ലീഹന്മാരിൽ നിറഞ്ഞപ്പോ ശക്തിയേകി നയിക്കണേ. സ്ലീഹന്മാരിൽ നിറഞ്ഞപ്പോ ശക്തിയേകി നയിക്കണേ. സ്ലീഹന്മാരിൽ നിറഞ്ഞപ്പോ ശക്തിയേകി നയിക്കണേ. കർത്താവായ യേശുവേ, അങ്ങ് അയച്ച സഹായകനായ പരിശുദ്ധാത്മാവ് സ്ലീഹന്മാരിൽ നിറഞ്ഞതുപോലെ പരിശുദ്ധ അമ്മയിലൂടെ അവര് സ്ലീഹന്മാര് പരിശുദ്ധാത്മാവിന്റെ വരദാന ഫലങ്ങൾ സ്വീകരിച്ചതുപോലെ പരിശുദ്ധ അമ്മയിലൂടെയും പിതാവിലൂടെയും ഞങ്ങളുടെ കുടുംബങ്ങൾ ഈ വരദാന ഫലങ്ങൾ കൂദാശകളോട് സ്വീകരിച്ച് അതിൽ നിലനിൽക്കുവാനും അതിൽ വളരുവാനും അതിൽ ആഴപ്പെടാനുള്ള കൃപയ്ക്കായിട്ട് ഞങ്ങൾ ഇത് പ്രാർത്ഥിക്കുന്നു. ഈശോയുടെ സാന്നിധ്യം ഞങ്ങൾ ഇത് അപേക്ഷിക്കുന്നു. ലോകമാസകലം അർപ്പിക്കപ്പെടുന്ന ദിവ്യബലികളോട് ചേർത്ത് പ്രത്യേകിച്ച് നമ്മുടെ ഭാരതത്തിലും കേരളത്തിലും ഈ ദിവസത്തിന്റെയും പ്രത്യേകതകളും സമയത്തിന്റെ ക്രമങ്ങളുടെ മാറ്റം അനുസരിച്ച് ഇപ്പോൾ പല സ്ഥലത്തും കുർബാനകൾ അർപ്പിക്കപ്പെടുന്നു. ആ കുർബാനകളോട് ചേർത്ത് നിന്നുകൊണ്ട്, ആ ദിവ്യബലികളോട് ചേർന്ന് നിന്നുകൊണ്ട് ഞങ്ങൾ ഇതാ അങ്ങയെക്കുറിച്ചും അങ്ങ് സ്ഥാപിച്ച കുടുംബ ജീവിതത്തിനായുള്ള വിവാഹമെന്ന കുദാശയെക്കുറിച്ചും തിരുക്കുടുംബത്തെക്കുറിച്ചും ധ്യാനിക്കാൻ ഒരുങ്ങുന്നു. ലോകമാസകലം ഈ നിമിഷം എഴുന്നള്ളി വെച്ചിരിക്കുന്ന ഈശോയുടെ ദിവ്യകാരുണ്യത്തിനോട് ചേർന്നുകൊണ്ട് ഞങ്ങൾ ഇതാ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളെ വിശദീകരിക്കണമേ. അങ്ങയുടെ ദിവ്യകാരുണ്യ ആത്മീയ സാന്നിധ്യം ഞങ്ങൾ ഇത് ആഗ്രഹിക്കുന്നു. ഞങ്ങളുടെ മധ്യാത്മീയമായ അങ്ങ് എഴുന്നള്ളി വരണമേ. മാതാവേ, ഔസേപിതാവേ, ഈ കൂട്ടായ്മയിലും ഞങ്ങളായിരിക്കുന്ന അവസ്ഥകളിലും സ്ഥലങ്ങളിലും അങ്ങയുടെ സാന്നിധ്യം ഞങ്ങൾ ഇതാ പ്രാർത്ഥിക്കുകയും അപേക്ഷിക്കുകയും ചെയ്യുന്നു. മുഖ്യദൂതന്മാരായ സകല വിശുദ്ധരെ, ഞങ്ങളുടെ പേരിന്റെ കാരണവരായ വിശുദ്ധരെ, ഞങ്ങളുടെ കാവൽമാലാകമാരെ ഈ നിമിഷം ഞങ്ങളോടൊപ്പം ആയിരിക്കണമേ. വലിയ കൃപയും അനുഗ്രഹവും അഭിഷേകം ഞങ്ങളിലേക്ക് ഒഴുക്കണമേ. ഞങ്ങൾ കേൾക്കാൻ പോകുന്ന കാര്യങ്ങളെല്ലാം ദൈവഹിതത്തിനനുസരിച്ച് അത് ഞങ്ങളുടെ ഹൃദയത്തിൽ പതിച്ചുകൊണ്ട് ഞങ്ങളുടെ ജീവിതം തിരുക്കുടുംബത്തിനൊത്തതാക്കിയരുളണം. ഞങ്ങളുടെ ജീവനും ഞങ്ങളുടെ ജീവിതവും ഞങ്ങളുടെ ശരീരവും ഞങ്ങളുടെ ആത്മാവും പരിശുദ്ധാത്മാവിന്റെ ആലയമാണ്. ഞങ്ങളുടെ കുടുംബം ആ തിരുക്കുടുംബത്തിന്റെ ആലയമാക്കി തീർക്കണമേ. പരിശുദ്ധാത്മാവിന്റെ ഏറ്റവും പരമപരിശുദ്ധ ആലയമായിരുന്നു തിരുക്കുടുംബം. ആ കുടുംബം പോലെ ഞങ്ങളുടെ കുടുംബങ്ങളെ മാറ്റണമേ എന്നതാ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. മിശിഹായുടെ ദിവ്യാത്മാവെ, എന്നെ ശുദ്ധീകരിക്കണമേ. മിശിഹായുടെ തിരുശരീരമേ, എന്നെ രക്ഷിക്കണമേ. മിശിഹായുടെ തിരുരക്തമേ, എന്നെ ലഹരി പിടിപ്പിക്കണമേ. മിശിഹായുടെ തിരുവിലാവിലെ വെള്ളമേ, എന്നെ കഴുകണമേ. മിശിഹായുടെ പീഡാ അനുഭവമേ, എന്നെ ധൈര്യപ്പെടുത്തണമേ. നല്ല ഈശോയെ, എന്റെ അപേക്ഷ കേൾക്കണമേ. അങ്ങേ തിരുമുറിവുകളുടെ ഇടയിൽ എന്നെ മറച്ചുകൊള്ളണം. അങ്ങിൽ നിന്ന് പിരിഞ്ഞു പോകുവാൻ എന്നെ അനുവദിക്കരുതേ. ദുഷ്ട ശത്രുവിൽ നിന്ന് എന്നെ കാത്തുകൊള്ളണം. എന്റെ മരണ നേരത്ത് എന്നെ അങ്ങേ പക്കലേക്ക് വിളിക്കണമേ. അങ്ങേ പരിശുദ്ധന്മാരോടുകൂടെ നിത്യമായി അങ്ങയെ സ്തുതിച്ചുകൊണ്ടാടുന്നതിന് അങ്ങേ അടുക്കൽ വരുവാൻ എന്നോട് കൽപ്പിക്കണമേ. സാധുശീലനും ഹൃദയശാന്തതയും എളിമയും നിറഞ്ഞ ഈശോയെ, ഞങ്ങളുടെ ഹൃദയം അങ്ങയുടെ തിരുഹൃദയത്തിനൊത്തതാക്കിയാണ്. ഞങ്ങളുടെ ഹൃദയം അങ്ങയുടെ തിരുഹൃദയത്തിന്, പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയവും ഔസേപിതാവിന്റെ നിർമ്മല ഹൃദയവും ഒത്തതാക്കിയതുപോലെ ഞങ്ങളുടെ ഹൃദയവും അങ്ങയുടെ തിരുഹൃദയത്തിനൊത്തതാക്കിയല്ലേ.
മറിയത്തിന്റെ മാധുര്യമുള്ള വിമല ഹൃദയമേ ഞങ്ങളുടെ രക്ഷയായിരിക്കണം. വിശുദ്ധ ഔസേപ്പിതാവിന്റെ മാധുര്യമുള്ള നിർമ്മല ഹൃദയമേ ഞങ്ങളുടെ സഹായമായിരിക്കണമേ. ഈശോയ്ക്കും മറിയത്തിനും ഔസേപ്പിതാവിനും സ്തുതിയായിരിക്കട്ടെ. നമുക്കിന്ന് പ്രത്യേകമായിട്ട് നമ്മള് നന്ദിയുടെ ദിവസമാണ്. ഒരു വർഷം നമ്മൾ പിന്നിടുമ്പോൾ, ഒരു വർഷം നമ്മൾ കഴിയുന്ന അവസരത്തിൽ പല ദേവാലയങ്ങളിൽ ഇപ്പോഴും നന്ദി പ്രകടനം കഴിഞ്ഞ ആരാധനകൾ കഴിഞ്ഞു. നമ്മുടെ കേരളത്തിലും ഭാരതത്തിലും മറ്റു സ്ഥലങ്ങളിലൊക്കെ ഇനിയും സമയം, മറ്റു രാജ്യങ്ങളിൽ പലരും ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഈ വർഷത്തിൽ കിട്ടിയ അനുഗ്രഹങ്ങൾക്ക് നന്ദി. ഒപ്പം ദൈവം തന്ന വേദനകൾ, സഹനങ്ങൾ, മുറിപ്പെടുത്തുകൾ, അതിനും നമുക്ക് നന്ദി പറയുവാൻ കടപ്പെട്ടവരാണ്. അപ്പൊ സാധാരണഗതിയിൽ ഫിലോസഫിക്കൽ സെൻസിൽ അവർ പറയുന്ന വാക്കുണ്ട്, നമുക്ക് എന്ത് കിട്ടിയാലും നമ്മളെ മോൾഡ് ചെയ്യുക, നമ്മളെ വാർത്തെടുക്കുന്നതിന്റെ അതിന് ദൈവം അനുവദിക്കുന്നതാണ് പലപ്പോഴും ജീവിതത്തിലെ സഹനങ്ങളും വേദനകളും. ആ സമയത്ത് നമുക്കത് ഒരു നോവായിട്ടും വേദനയായിട്ടും മുറിവായിട്ടൊക്കെ അനുഭവപ്പെടും. പക്ഷെ അതിൽ തന്നെ നിലനിൽക്കാതെ അത് ദൈവത്തിന് കാഴ്ചവെച്ചുകൊണ്ട് നമ്മൾ മാപ്പ് പറഞ്ഞ് നമ്മൾ അത് സ്വീകരിക്കാൻ വിട്ടുപോയിട്ടെങ്കിൽ പിന്നീട് കർത്താവിന് കാഴ്ചവെച്ച് മുന്നോട്ട് പോവുക. പ്രത്യേകിച്ച് ഈ ഒരു ഇത്രയും നമ്മളുടെ വയസ്സ്, ഇത്രയും വർഷത്തെ നമ്മൾ ചിന്തിച്ചു നോക്കുമ്പോൾ പുറകിലേക്ക് പരാജയങ്ങളാണോ, തകർച്ചകളാണോ, കുടുംബജീവിതത്തിലാകാം, നമ്മുടെ വ്യക്തി ജീവിതത്തിലാകാം, ആത്മീയ ജീവിതത്തിലാകാം, ഏറ്റവും ഒന്നാമത്തെ കാര്യം നിരാശപ്പെടൽ. അപ്പോൾ ഇത്രയും നാളും എനിക്ക്, അല്ലെങ്കിൽ എൻ്റെ വഴിയിൽ, എൻ്റെ ജീവിതത്തിൽ എനിക്ക് തെറ്റിപ്പോയി, അല്ലെങ്കിൽ ഞാൻ യഥാർത്ഥത്തിലല്ല നടന്നത്, നമ്മൾ ഒരിക്കലും നിരാശപ്പെടരുത്. നെവർ ഡിസ്പെയർ. കാരണം പിശാചിന്റെ ഏറ്റവും വലിയ ആയുധവും പരിശുദ്ധാത്മാവിനെതിരായ പാപവുമാണ് നിരാശ. നമ്മൾ പ്രത്യാശ ഉള്ള ഉദ്ധിതനായ ക്രിസ്തുവിന്റെ മക്കളാണ്, പ്രത്യാശയുള്ള പരിശുദ്ധ അമ്മയുടെ ഔസേപ്പിതാവിന്റെ മക്കളാണ്. അതുകൊണ്ട് എത്ര തകർച്ച എന്തൊക്കെ വന്നാലും ഒരാൾക്ക് തോന്നുകയാണ്, ഇന്നേ ദിവസം, ഈ നിമിഷം, ഇപ്പൊ കേട്ടിരിക്കുന്നവരോ കേൾക്കാൻ പോകുന്നവരോ എല്ലാവർക്കും ഇപ്പോൾ ചിലപ്പോൾ തോന്നിയേക്കാം ജീവിതം ഒരു പരാജയമായിരുന്നു. അതെന്റെ വ്യക്തി ജീവിതമാകാം, ആത്മീയ ജീവിതമാകാം, കുടുംബ ജീവിതമാകാം. എല്ലാ പരാജയവും കർത്താവിന്റെ കാൽക്കൽ വയ്ക്കാൻ, എല്ലാ പരാജയങ്ങളും എന്ത് സംഭവിച്ചു തക്കാൻ ഈശോയുടെ തിരുഹൃദയത്തിന്റെ മുറിവിലേക്ക് പരിശുദ്ധ അമ്മയുടെയും ഔസേപ്പിതാവിയുടെയും കൊടുക്കാൻ നമ്മൾ തയ്യാറാകാം. പിന്നീട് നമുക്ക് വീണ്ടും ഒരു പുതുവർഷം, ഒരു പുതിയ ജീവിതത്തിന് ഒരവസരം നൽകുന്നു കർത്താവ്. അതിന് നന്ദി പറയാം. കഴിഞ്ഞ 2 വർഷങ്ങളിൽ അനേകം പേര്, നമുക്കറിയാവുന്നവരുണ്ടാവും, അറിയാത്തവരുണ്ടാവും, ലോകത്ത് ഇന്ന് ഈ നിമിഷം ഈ ഭൂമിയിലില്ല. അനേകം ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കേണ്ട നമ്മുടെ വലിയ കടമ അതിനി വർദ്ധിച്ചുകൊണ്ടേയിരിക്കും. ഏറ്റവും കൂടുതൽ നമുക്കറിയാം അബോർഷനുകളും മറ്റു കാര്യങ്ങളായിട്ട് ഒത്തിരി സംഭവങ്ങള് നമ്മളൊക്കെ ചിന്തിക്കുന്നതിനപ്പുറം വളരെ വളരെ ശോചനീയമായും വളരെ പൈശാചികമായ രീതിയിലേക്കാണ് കാര്യങ്ങളൊക്കെ പോകുന്നത്. ഇതെല്ലാം പ്രവചനങ്ങളുടെ പൂർത്തീകരണമാണ്. അപ്പൊ നമ്മൾക്ക് ചെയ്യാവുന്ന ഒന്നേ ഉള്ളൂ, നമ്മൾ ആയിരിക്കുന്ന അവസ്ഥയിൽ, നമ്മൾ വിളിക്കപ്പെട്ടിരിക്കുന്ന അവസ്ഥയിൽ, അത് വിവാഹിതരാകാം, വിവാഹം ചെയ്തതിന് ശേഷം സാഹചര്യങ്ങൾ കൊണ്ട് ഏകസ്ഥരെ പോലെ ജീവിക്കുന്നവരുണ്ടാകാം, അല്ലെങ്കിൽ ഭാര്യയോ ഭർത്താവോ മരിച്ച് അങ്ങനെയുള്ളവരുണ്ടാകാം, വേർപെട്ട അവസ്ഥകൾ ഉണ്ടാകാം. എനിക്ക് ഇന്നലെയും ഇന്നുമായിട്ട് പോലും ഒരു പ്രയർ റിക്വസ്റ്റ്, 2 പ്രയർ റിക്വസ്റ്റും വിവാഹം വേർപെടുത്തുന്ന ഒരു സംഭവം. ഒന്ന് വേർപെടുത്തുന്ന വേറെ നിവൃത്തിയില്ലാത്തൊരവസ്ഥയാണ് പറഞ്ഞത്. പ്രാർത്ഥന റിക്വസ്റ്റ് ആയിട്ട് മാത്രം വന്നതാണ്. അപ്പോ അവര് ഈ ആ കുടുംബത്തിന്റെ മാതാപിതാക്കളുടെ ആകുലതയാണ് മക്കളുടെ സംഭവം ഇങ്ങനെയൊക്കെ ആയതുകൊണ്ട്. അപ്പൊ പ്രാർത്ഥിക്കാനേ നമുക്ക് പറ്റുള്ളൂ. ഇത് കൂടിക്കൊണ്ട് വരികയാണെന്നുള്ളതിന്റെ മറ്റൊരു തെളിവാണ്. അപ്പൊ ഞാൻ അതിശയിച്ചു പോയി. ഈ ദിവസങ്ങളിൽ ഇതിനെക്കുറിച്ച് സംസാരിക്കുമ്പോൾ തന്നെ ഇന്ന് 2 അങ്ങനത്തെ ഒരു പ്രാർത്ഥന യോഗ റിക്വസ്റ്റ് ആണ് വരുന്നത്. ഇപ്പോ ഒന്ന്, ചില സന്ദർഭങ്ങളിൽ നമുക്ക് സംസാരിക്കാൻ അവസരം ഉണ്ടെങ്കിൽ സംസാരിക്കാം, ചിലപ്പോൾ അതിനും പറ്റാത്ത അവസ്ഥകളാണ്.
അപ്പൊ അത് കേൾക്കുമ്പോൾ നമുക്ക് വളരെ വിഷമം തോന്നും. എങ്ങനെ ഇതിനൊരു സൊല്യൂഷൻ കണ്ടത്? നമുക്ക് ഒറ്റ വഴിയുള്ളൂ, കഴിയാവുന്ന വിധത്തിൽ ത്യാഗം ചെയ്ത് പ്രാർത്ഥിക്കുക. ബാക്കി പരിശുദ്ധാത്മാവ് അത്ഭുതകരമായി ഇടപെടണം. സ്വർഗത്തിൽ നിന്നൊരു ഇടപെടൽ. ചില കേസുകളിൽ ഞാൻ പലപ്പോഴും പറയാറുണ്ട്, ദൈവം നേരിട്ടിറങ്ങി ഒരു അടി കൊടുത്ത് നിലത്തിടണം എന്ന് പറയും. പൗലോസ് ലീഹയെ കുതിരപ്പുറത്തുനിന്ന് അടിച്ച് നിലത്തിട്ടതുപോലെ ചില കാര്യങ്ങൾ കേൾക്കുമ്പോൾ ദൈവം നേരിട്ട്, അല്ലെങ്കിൽ ദൈവത്തിന്റെ കൃപ, പരിശുദ്ധാത്മാവിന്റെ ശക്തി കൊണ്ട് അടിച്ചു വീഴ്ത്തി തെറിപ്പിക്കുക എന്ന് പറയും. അത് ശാരീരികമായി മാത്രമല്ല, ആത്മീയമായും മാനസികമായും അത് സംഭവിച്ചാല് ചിലര് യാഥാർത്ഥ്യത്തിലേക്ക് ഉണർന്നു വരുള്ളൂ. പലപ്പോഴും പല മാനസാന്തരങ്ങളും അങ്ങനെയാണ്. കഠിന ഹൃദയരായി കഴിയുമ്പോൾ നമുക്കറിയാം, കർത്താവ് ഏറ്റവും കൂടുതൽ ഫരിസയരെയും ഒക്കെ എടുത്തു പറഞ്ഞു അവരുടെ കഠിന ഹൃദയം. അതാണ് നമ്മള് പാപം ചെയ്ത് പിന്നീട് ന്യായീകരിച്ച് പിന്നീട് കുറെ വർഷം കഴിയുമ്പോൾ പിന്നെ അത് കഠിനമായി മാറും. ഇതുകൊണ്ടാണ് ചില നാള് ഒരു ചേച്ചി എന്നെ വിളിച്ചിട്ട് പറഞ്ഞതാണ്, ഒരു സ്ഥലത്ത് ജോലിക്ക് പോകുന്നുണ്ട്. അപ്പൊ അവിടെ 90 വയസ്സിനടുത്തുള്ളൊരു അമ്മാമ്മേനെ നോക്കണം, അവിടെ അങ്ങനെയൊക്കെ കാര്യങ്ങൾ പറഞ്ഞു. അപ്പോഴും പറയാണ്, വളരെ എല്ലാം കൊണ്ടും നല്ല ഓക്കെയാണ്, പക്ഷെ ചില സമയത്ത് അമ്മാമ്മയിടയിൽ കുറുമ്പ് വർത്താനം ഉണ്ട്. അപ്പൊ ആ പ്രായത്തിന്റെ ഇതുകൊണ്ടാവാം. അപ്പൊ പലപ്പോഴും എന്താണ്, ചെറുപ്പത്തിലെ എപ്പോഴോ ശീലിച്ചത് തിരുത്തപ്പെടാതെ പോയത് കൊണ്ടാണ് വയസ്സായപ്പോഴും ആ ഒരു അപ്പൊ പറഞ്ഞത് വളരെ രസമായിട്ട്, കുറുമ്പ് വർത്താനം എന്നാണെങ്കിലും മിക്കപ്പോഴും അത് മക്കളെയും മരുമക്കളെയും വേദനിപ്പിക്കുന്ന വർത്താനം എന്നതാണ് അതിന്റെ അർത്ഥം. അത് മനഃപൂർവ്വം അറിഞ്ഞുകൊണ്ടാവണമെന്നില്ല, ആ ശീലിച്ചതുകൊണ്ട് അത് മാറ്റാനോ തിരുത്താനോ ആരും ഉണ്ടായില്ല, തിരുത്തി കൊടുക്കാൻ അവസരങ്ങൾ ഉണ്ടായി, തിരുത്തിയില്ല. അതുകൊണ്ടാണ്. അപ്പൊ അത് കേട്ടപ്പോ ഞാൻ ഓർക്കുകയായിരുന്നു, എത്രയോ ആ പഴഞ്ചൊല്ല് ചൊട്ടയിലെ ശീലം ചൊടല വരെ എന്നുള്ളത് വ്യക്തമാക്കുന്ന സംഭവങ്ങൾ. അപ്പൊ ഇവിടെയൊക്കെ നമുക്ക് പരിശുദ്ധാത്മാവിന്റെ വലിയ ഇടപെടൽ കൃപകൾ വേണം. അപ്പൊ നമുക്ക് വചനം അറിയാം. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ വചനം പഠിച്ച് വചനം മാത്രം പ്രസംഗിക്കുന്ന, ബൈബിള് മാത്രം വായിച്ചെടുക്കുന്ന കത്തോലിക്കരല്ലാത്ത ക്രൈസ്തവരായിട്ട് ഇടപെടാൻ കഴിഞ്ഞ ദൈവം അനുവദിച്ചു. എന്നേലും കൂടുതൽ വ്യക്തമായിട്ടും ബൈബിളിലെ വചനം കോട്ട് ചെയ്യാൻ പോലും അറിയാം, പക്ഷേ യഥാർത്ഥ സത്യവിശ്വാസത്തിനും വളരെ അകലെയാണ്. അപ്പൊ ഇവിടെയാണ് അത് പ്രാവർത്തികമാക്കുന്നതിലും ദൈവീക ജ്ഞാനം അതിന്റെ പൂർണ്ണതയിൽ പരിശുദ്ധ അമ്മയിലൂടെ ലഭിക്കാത്തതിലും വരുന്ന ഒരു കുറവ് എന്ന് പറയാം. ചില സമയത്ത് ഞങ്ങളുടെ നേരത്തെ കോൺഗ്രിഗേഷനിലെ ഫൗണ്ടറും ചില വിശുദ്ധരും അഭിപ്രായപ്പെടുന്നുണ്ട്, ഒരു തരം പ്രൊട്ടസ്റ്റന്റ് ഡെവിളിഷ് ബ്ലോക്ക് എന്ന് പറയും, ഒരു തരം പൈശാചിക തടസ്സം എന്ന് പറയും. ചില കാര്യങ്ങള് നമ്മൾ എത്ര ആവർത്തിച്ചാലും അത് ശരിയാണെന്ന് ബോധ്യപ്പെട്ടാലും അത് സ്വീകരിക്കാനുള്ള ബുദ്ധിമുട്ട്. ഇത് തന്നെയാണ് ഫരിസയരുടെയും ബുദ്ധിമുട്ട്. ഇത് പലപ്പോഴും കുടുംബ ജീവിതത്തിലും ഉണ്ടാകും. എളിമ എന്ന് നമ്മൾ തത്വത്തിൽ എത്ര ഇത് പറഞ്ഞാലും അത് നമുക്ക് ഇതിന്റെ എന്താ പറയാ പ്രാവർത്തികമാക്കാനുള്ള ബുദ്ധിമുട്ടാണ് ഏറ്റവും എളുപ്പം. അതുകൊണ്ടാണ് ജ്ഞാനത്തിന് നമ്മൾ തെരഞ്ഞെടുത്ത വചനഭാഗം ലൂക്കായുടെ സുവിശേഷത്തിൽ ഈശോ 12 വയസ്സില് ദേവാലയത്തിൽ പോയി അവിടുത്തെ കാണാതെ അന്വേഷിച്ച് ചെല്ലുമ്പോൾ പരിശുദ്ധ അമ്മ ചോദിക്കുന്ന മനോഹരമായൊരു ചോദ്യമുണ്ട്, മകനെ. അപ്പൊ പരിശുദ്ധ എടുത്തു പറയുന്ന ഹൈരാർക്കിക്കൽ ഓർഡറിലാണ് പരിശുദ്ധമ്മ പറഞ്ഞു കൊടുത്തത്. ലൂക്ക അവിടെ എഴുതി വെക്കുന്നത്, നിന്റെ പിതാവും ഞാനും നിന്നെ അന്വേഷിക്കുകയായിരുന്നു വ്യാകുലപ്പെട്ട്. അപ്പോൾ അത് ലൂക്ക എഴുതി വെക്കുന്നതിന് വലിയ അന്തരാർത്ഥമുണ്ട്. കാരണം ഈശോയെ നഷ്ടപ്പെടുമ്പോൾ ഉണ്ടാകുന്ന വേദന അത് നമുക്ക് ഏത് ജീവിതത്തിലും എപ്പോഴും ഉണ്ടാവേണ്ട ഒന്നാണ്. ഈശോയെ നഷ്ടപ്പെടുമ്പോൾ ഉണ്ടാകുന്ന വേദന. ഇനി ഈശോ തിരിച്ചു ചോദിക്കുന്ന ചോദ്യം അതാണ് അതിലും രസം. അപ്പൊ ഇതിനെ പോലും മറ്റ് ബൈബിള് വായിച്ച് പഠിച്ച ഈ മറ്റ് പ്രൊട്ടസ്റ്റന്റ് 45,000 പ്രൊട്ടസ്റ്റന്റ് സമൂഹങ്ങൾ ഇന്ന് ലോകത്ത് അവര് പലപ്പോഴും പറയണത് കണ്ട, ഈശോ തന്റെ അപ്പനും അമ്മേനെയും വില കൽപ്പിച്ചില്ല. അവിടെ വെച്ച് അവരുടെ മുമ്പിൽ നിങ്ങൾ എന്തിനാണ് എന്നെ അന്വേഷിച്ചത്,
നമുക്കറിയാം ഏതൊരു വചനം ഇപ്പൊ ഞാൻ പലപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ട്, നമ്മൾ വാട്സപ്പിൽ പോലെ മെസ്സേജ് ചെയ്യുമ്പോൾ നമ്മളുടെ ടോൺ, നമ്മൾ മനസ്സിലോ അതരത്തിലോ ഉദ്ദേശിക്കുന്ന ടോൺ ആയിരിക്കണം എന്നില്ല ടെക്സ്റ്റ് ചെയ്യുമ്പോൾ. അത് വായിക്കുന്ന ആള് സ്വീകരിക്കുന്ന അവസ്ഥയിലും അതേ ടോണിലായിരിക്കില്ല. പലപ്പോഴും മിസ്അണ്ടർസ്റ്റാൻഡിങ്ങിന് കാരണമായിട്ടുള്ള ഒന്നാണ് ഈ ടെക്സ്റ്റ് മെസ്സേജിങ്ങിൽ. അപ്പൊ അത് വായിക്കുന്ന ആളുടെ ടോൺ അനുസരിച്ച് ഞാൻ ഈ കഴിഞ്ഞ ഞായറാഴ്ചയാണ് അവിടെ പോയപ്പം വായന വായിച്ചവരുടെ ടോൺ, അപ്പോ ഒരാള് വായിക്കുന്ന ഒരുപോലെയല്ല മറ്റൊരാൾ വായിക്കുന്നത്. അപ്പൊ ടോൺ അനുസരിച്ച് ഈ വ്യാഖ്യാനം മാറാം. അപ്പൊ ഈശോനെ ലൂക്കായുടെ സുവിശേഷത്തിൽ അവതരിപ്പിക്കുന്നത് നിങ്ങൾ എന്തിനാണ് എന്നെ അന്വേഷിച്ചത് എന്നുള്ളത് നിങ്ങൾക്ക് എന്താ ആവശ്യം, ഏത് രീതിയിൽ അതിനെ വ്യാഖ്യാനിക്കാം, ആ ടോൺ, ഈശോയുടെ ടോൺ. പക്ഷെ ഈശോ ഒരിക്കലും ഡിസ്റെസ്പെക്ട്ഫുൾ ആയിട്ട് തങ്ങളുടെ അമ്മയാലെയോ അപ്പനോടോ സംസാരിച്ചിട്ടില്ല. അത് സംസാരിക്കില്ല. കർത്താവിന്റെ 4-ാം കൽപ്പന കർത്താവ് പാലിച്ച പോലെ ഈ ഭൂലോകത്ത് ഒരു വിശുദ്ധരും സകല വിശുദ്ധരും ഒരുമിച്ചാലും പറ്റില്ല. അത്രയും പെർഫെക്ഷനിലാണ് കർത്താവ് എന്ത് ചെയ്യുമ്പോഴും കർത്താവ് ചെയ്തിരുന്നത്. അപ്പോൾ അതുകൊണ്ട് പരിശുദ്ധ അമ്മയോടൊപ്പം പിന്നീട് പറയുന്നുണ്ട്, അതിനുശേഷം അവൻ അവരോടൊപ്പം പോയി നസ്രത്തിൽ അവർക്ക് വിധേയനായി ജീവിച്ചു. ഇനി ഈ മറ്റ് വ്യാഖ്യാനം അല്ലെങ്കിൽ ദുർവ്യാഖ്യാനിക്കപ്പെടാവുന്ന വചനഭാഗത്തിന്റെ ഒരു ഭാഗമാണത്. അപ്പൊ അതിനു മുമ്പ് അവൻ വിധേയനായിട്ട് ജീവിച്ചില്ല, അതിനുശേഷമാണ് അവൻ അവർക്ക് വിധേയനായിട്ട് ജീവിച്ചത്. അപ്പൊ ഇതാണ് ആ ലാംഗ്വേജ് ട്രാൻസ്ലേഷനിലും ഒറിജിനലും തമ്മിലുള്ള വ്യത്യാസങ്ങൾ വരുമ്പോൾ ഇന്റർപ്രിട്ടേഷനിൽ വരുന്ന തെറ്റ്. ഇപ്പൊ അവനെ പ്രസവിക്കുന്നത് വരെയും അവൻ അവളെ അറിഞ്ഞില്ല എന്ന വചനഭാഗമുണ്ട് ഔസേപ്പിതാവിനെ പറ്റി. അപ്പൊ ഇതിന് വ്യാഖ്യാനിക്കുന്നത് അത് കഴിഞ്ഞപ്പോൾ ഔസേപ്പിതാവും പരിശുദ്ധമ്മയും ഭാര്യയും ഭർത്താവിനെ പോലെ ജീവിച്ചു, അവര് ശാരീരിക ബന്ധം ഉണ്ടായിരുന്നു എന്ന് വ്യാഖ്യാനിക്കുന്നവരാണ് ഭൂരിപക്ഷം പ്രൊട്ടസ്റ്റന്റുകാരും. അപ്പോൾ അതൊരു ശൈലിയാണ്, എഴുതിയവരുടെ രീതിയാണ്. അത് പരിശുദ്ധാത്മാവിന്റെ നിറവിലാണെങ്കിലും പരിശുദ്ധാത്മാവ് പറഞ്ഞു കൊടുത്തിട്ടില്ല എക്സാക്ട്ലി ഇങ്ങനെ എഴുതണം. അത് നമ്മുടെ കത്തോലിക്ക സഭ പറഞ്ഞു പരിശുദ്ധാത്മാവിനാൽ പ്രേരിതമാണ്, പരിശുദ്ധാത്മാവിനാൽ പ്രചോദിതമാണ്. എല്ലാവരും അവരവരുടെ ശൈലിയിലാണ് എഴുതിയത്. അപ്പൊ ഇങ്ങനെയാണ് അനേകം തെറ്റുകൾ വരുന്നത്. ഇത് പലപ്പോഴും കുടുംബ ജീവിതത്തിലും സംഭവിക്കാം. ടോൺ, പറയുന്ന വാക്കിലുണ്ടാകുന്ന ഒറ്റ കാരണം കൊണ്ട് മിസ്അണ്ടർസ്റ്റാൻഡിങ്. ഈ മിസ്അണ്ടർസ്റ്റാൻഡിങ് ആണ് ഒട്ടുമിക്ക പ്രശ്നങ്ങൾക്കും കാരണമാകും. ഞാൻ ഓർക്കുകയാണ്, ഒരു അമ്മച്ചി ഒരിക്കൽ ഒരു സാക്ഷ്യം നൽകിയത്. ആ സാക്ഷ്യം നല്ല ഉദ്ദേശത്തോടെ നൽകിയതാണ്. ഔസേപ്പിതാവിന്റെ പ്രാർത്ഥന ചൊല്ലി മക്കൾ തമ്മിലുള്ള ബുദ്ധിമുട്ട്. പക്ഷെ ആ സാക്ഷി എനിക്ക് അയച്ചു തന്നപ്പോ വളരെ നല്ല സാക്ഷിയായിട്ട് തോന്നി. ഞാനത് ഇട്ടു. അത് കൂടുതൽ പ്രശ്നമായ കാരണം ഞങ്ങളുടെ തമ്മിൽ, അതായത് സഹോദരങ്ങൾ തമ്മിലുള്ള പ്രശ്നം അമ്മ നാട്ടിൽ പാട്ടാക്കി എന്നാണ് മക്കൾ അതിനെ വ്യാഖ്യാനിച്ചത്. ഈ അമ്മ ആഗ്രഹിച്ചത് എന്തായിരുന്നു? എന്റെ മക്കള് തമ്മിൽ വഴക്കൂടരുത്, പ്രശ്നം ഉണ്ടാക്കരുത് എന്നായിരുന്നു ആഗ്രഹിച്ചത്. പക്ഷെ സാക്ഷ്യവും കാര്യങ്ങളും വന്നു കഴിഞ്ഞ് അത് ആരിലൂടെ അവരുടെ ചെവിയിൽ എത്തിയപ്പോ അവർ ഈ പ്രാർത്ഥന, മക്കൾ അവര് പ്രാർത്ഥിക്കുന്നില്ല, പക്ഷെ അവർക്കത് തോന്നിയത് ഞങ്ങളെ എന്താ പറയാ, ഞങ്ങളുടെ കുടുംബജീവിതത്തെ തകർക്കാൻ, നമ്മള് സാധാരണ നമ്മുടെ ലോക്കൽ മലയാളത്തിൽ നാറ്റിക്കുക എന്ന് പറയും, നമ്മളെ തച്ചുടയ്ക്കാൻ, നമ്മളെ താഴ്ത്തിക്കെട്ടാൻ വേണ്ടി അമ്മ മനഃപൂർവ്വം ചെയ്തതാണ്. അവസാനം വിഷമിച്ച് കരഞ്ഞോണ്ട പറഞ്ഞത്. നമ്മള് മലയാളത്തിൽ ചൊല്ലുണ്ട്, വെളുക്കാൻ തിരിച്ചത് പാണ്ടായി എന്ന് പറയണ പോലെ നന്മ ഉദ്ദേശിച്ച് ചെയ്തു, നന്മയ്ക്ക് വേണ്ടി സാക്ഷിയെ ആവശ്യപ്പെടാൻ വേണ്ടി ചെയ്തു. പക്ഷെ ഫലമുണ്ടായപ്പോഴോ അത് കൂടുതൽ വിഷമത്തിലേക്ക് നയിക്കപ്പെടുന്ന രീതിയിലേക്ക് എത്തി. പിന്നീട് അതിൽ നിന്ന് മാറി എന്ന് പറഞ്ഞു. എങ്കിൽ പോലും ഒരു വാക്ക് അല്ലെങ്കിൽ ഉദ്ദേശിക്കുന്ന കാര്യത്തിലുണ്ടാകുന്ന സിമ്പിൾ നന്മയ്ക്ക് വേണ്ടിയാണ് ചെയ്തത്. അപ്പൊ ആളുടെ, നമ്മളെപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ദൈവം നോക്കുന്നത് എപ്പോഴും നമ്മുടെ നിയോഗ ശുദ്ധിയാണ്, നമ്മുടെ ഹൃദയത്തിന്റെ ആഗ്രഹം. പ്രവൃത്തിയിലോ വാക്കിലോ നമ്മൾ പരാജയപ്പെട്ടാലും, കുടുംബജീവിതത്തിൽ പരാജയപ്പെട്ടാലും, നമ്മുടെ ഒപ്പമുള്ളവർ പരാജയപ്പെട്ടാലും പലപ്പോഴും നമ്മൾ അനുമാനിക്കണം ഇതായിരിക്കണം എന്നില്ല മറ്റുള്ളവർ ചിന്തിക്കുന്നത്. അപ്പൊ ഈ ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒന്നാണ്. മിസ്അണ്ടർസ്റ്റാൻഡ് ഇത് ഒത്തിരി കുടുംബജീവിതത്തിൽ മാത്രമല്ല, സന്യസ്ത ജീവിതങ്ങളിലും വൈദികരുടെ ഇടയിലും സിസ്റ്റേഴ്സിന്റെ ഇടയിലൊക്കെ ഇത് സംഭവിക്കണം. അപ്പൊ ഒരു 90 എന്ന് വേണമെങ്കിൽ പറയാം, 75% ഏകദേശം ഉറപ്പാണ് പല പ്രോബ്ലങ്ങളുടെയും
കുടുംബത്തിലോ എവിടെയുള്ള പ്രശ്നങ്ങൾ കാരണം ഒരു കൃത്യതയാർന്ന അണ്ടർസ്റ്റാൻഡിങ് ഇല്ലാത്തതുകൊണ്ട്. അത് പറഞ്ഞ വാക്കാകാം, പറയാത്ത വാക്കാകാം, അല്ലെങ്കിൽ സംഭവത്തിനെ കുറിച്ചാകാം. ഇവിടെയാണ് നമ്മൾ പരിശുദ്ധാത്മാവിന്റെ കൃപ ഏറ്റവും കൂടുതൽ ചോദിക്കേണ്ടത്. പിന്നെ എല്ലാത്തിലും സഹിഷ്ണുതയും ക്ഷമയും കാത്തിരിക്കുക എന്നുള്ളൊരു സംഭവം അത്ര എളുപ്പമല്ല. ഓരോരുത്തർക്കും ഓരോ ടെമ്പറമെന്റ് ആണ്, ഓരോ നേച്ചർ ആണ്, ഓരോ കുടുംബത്തിൽ നിന്നാണ്. സാധാരണ നമ്മൾ പറയില്ല അപ്പന്റെ രക്തമാണ്, അമ്മയുടെ രക്തമാണ്, അല്ലെങ്കിൽ ഇന്നാളുടെ സ്വഭാവമാണ്. അപ്പൊ ഇതിനെല്ലാം ഒരുമിച്ച് കൊണ്ടുപോകുക എന്ന് പറഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടുണ്ട്. ഇതാണ് ഒരു സന്യസ്ത ജീവിതത്തിൽ, ഒരു കമ്മ്യൂണിറ്റി ലൈഫിൽ സിസ്റ്റേഴ്സിന്റെയും ബ്രദേഴ്സും അച്ഛന്മാരൊക്കെ താമസിക്കും പലപ്പോഴും ഉണ്ടാകുന്ന പ്രശ്നം. എവ്രിബഡി പല കുടുംബത്തിൽ നിന്ന് വന്നവരാ, ഒരു കുടുംബം തന്നെ 2 കുടുംബത്തിൽ നിന്ന് വന്നവരാ. അതിൻ്റെതായ കുറവുകൾ ഉണ്ടായിരിക്കും 100%. ഈ കുറവ് ഇല്ലാതെ നമുക്ക് ഏകദേശം ഉറപ്പിക്കാൻ പറ്റുന്നത് പരിശുദ്ധമായ അവസരത്തിൽ പാപമില്ലാതെ ഉത്ഭവിച്ചതാണ്. എങ്കിലും ഒരു കാര്യത്തിൽ ഈ തിരുക്കുടുംബം മത്സരിച്ചിരുന്നു: വിധേയത്വം, എളിമ, സഹിഷ്ണുത. അതായത് മറ്റൊരാൾ കൊടുക്കുന്ന ബഹുമാനത്തിന് എപ്പോഴും ഈശോ എപ്പോഴും തന്റെ അമ്മയപ്പനെയും ഏറ്റവും ഉചിതമായത്തിൽ ബഹുമാനിക്കാൻ ആഗ്രഹിച്ചിരുന്നു. പരിശുദ്ധമ്മ ഏറ്റവും ഉചിതമായത്തിൽ ഔസേപിതാവിനെ ബഹുമാനിക്കാനായ പരിശുദ്ധാത്മാവ് പരിശുദ്ധമ്മ ഔസേപിതാവിനെ ബഹുമാനിക്കാൻ ആഗ്രഹിച്ചിരുന്നു. ഔസേപിതാവ് പരിശുദ്ധ അമ്മയെ ഈശോയും ഏറ്റവും കൂടുതൽ സ്നേഹിക്കാനും ബഹുമാനിക്കാനും അധികാരം കൊണ്ട് ഔസേപിതാവിനെ ബഹുമാനിക്കേണ്ട ആവശ്യമില്ലെങ്കിലും ഹൃദയം കൊണ്ട് അവിടെ നിന്ന് ബഹുമാനിച്ചിരുന്നു. അപ്പോൾ ഈ ഒരു കാര്യം പ്രത്യേകമാണ്. അപ്പൊ മിസ്അണ്ടർസ്റ്റാൻഡിങ് എന്നൊരു വലിയൊരു സംഭവം പിശാച് ഏറ്റവും കൂടുതൽ കുടുംബങ്ങളിൽ ഉപയോഗിക്കുന്ന ഒരു വലിയൊരു ഇതാണ്, പ്രത്യേകിച്ച് കൂദാശ സ്വീകരിച്ച കുടുംബങ്ങളിൽ. ഇവിടെയാണ് നമ്മൾ എപ്പോഴും എല്ലാ ദിവസവും നമ്മുടെ പ്രാർത്ഥനയിലും നമ്മുടെ അധരത്തിലും വാക്കിലും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് തെറ്റിദ്ധാരണയ്ക്കോ തെറ്റായ ബോധ്യത്തിനോ ഇടവരുത്തുന്ന സാഹചര്യങ്ങളോ വാക്കുകളോ പ്രവർത്തികളോ ഒഴിവാക്കുക എന്നുള്ളത്. ഒരു പ്രാക്ടിക്കൽ സൊല്യൂഷന്റെ ഒരു സംഭവമാണ് ഈ പറയുന്നത്. പരമാവധി 2, സംഭവിച്ചു പോയി കഴിഞ്ഞാൽ ഉടനെ ആ സംഭവത്തെ മാതാവിന്റെ കയ്യിലേക്കും ഈശോയുടെ കയ്യിലേക്കും ഔസേപിതാവിന്റെ കയ്യിലേക്കും കൊടുക്കുക. അപ്പൊ നമ്മൾ ഉദ്ദേശിച്ചത് നന്മയ്ക്കാണെങ്കിലും ഭവിക്കുന്നത് ചിലപ്പോൾ തിന്മയ്ക്കാണെങ്കിൽ നിരാശപ്പെടരുത്, തളർന്നു പോകരുത്. പിന്നെ അയ്യോ അതങ്ങനെ എങ്ങനെയാന്ന് പറഞ്ഞ് നമ്മൾ വിഷമിക്കരുത്, ദൈവത്തിന്റെ കയ്യിൽ കൊടുക്കുക. ഇവിടെ വീണ്ടും നമ്മൾ പരിശുദ്ധമ്മയുടെ മാതൃക. പരിശുദ്ധാത്മാവിനാൽ ഗർഭം ധരിച്ചു കഴിഞ്ഞപ്പോ ഔസേപിതാവിനോട് പോയി ഒന്നും നേരിട്ട് പറഞ്ഞു കൊടുക്കുന്നില്ല. ഔസേപിതാവ് ഇത് മനസ്സിലാക്കി എടുക്കുക. ഇനി ഇത് സ്വാഭാവിക തലത്തിലൊരു വ്യാഖ്യാനമുണ്ട്. മാനുഷികമായി സാധാരണ ഒട്ടുമിക്ക നമ്മളൊക്കെ കേട്ടിരിക്കുന്ന, ഞാനൊക്കെ ചെറുപ്പം മുതലേ കേട്ടിരിക്കുന്ന, ഔസേപിതാവ് രഹസ്യത്തിൽ ഉപേക്ഷിക്കാൻ തീരുമാനിച്ചതിന്റെ യഥാർത്ഥ കാരണം ഔസേപിതാവിന് അറിയാം പരിശുദ്ധ അമ്മ പൊങ്ങുകയാണ്, താനും കന്യകാവ്രതം സ്വീകരിച്ച ആളാണ്. അപ്പൊ പരിശുദ്ധ അമ്മയുടെ ഉദരത്തിൽ ഒരു കുഞ്ഞ് ജനിക്കുകയാണെങ്കിൽ 2 പേരും വ്രതം എടുത്തതുകൊണ്ട് ഒരിക്കലും സാധ്യമല്ല ഇത്. അങ്ങനെ ഒരു സാധ്യത ഉണ്ടെങ്കിൽ അത് എന്തോ അതിസ്വാഭാവികതയാണ്. അതിസ്വാഭാവികത നടക്കണമെങ്കിൽ മിക്കവാറും അവിടെ ദൈവീക ഇടപെടലിലൂടെ ഒരു വലിയ പദ്ധതി വെളിപ്പെടാൻ പോകും. അതിന് ഞാൻ അർഹനല്ല എന്നുള്ള എളിമയുടെ കാരണം കൊണ്ടാണ് അവിടുന്ന് ഉപേക്ഷിക്കാൻ തയ്യാറാവുന്നത്. മൈക്കൊന്ന് ഓഫ് ചെയ്തേക്ക് കേട്ടോ. അപ്പോ ഈ ഒരു കാര്യം നമ്മൾ അവിടെ പരിശുദ്ധ അമ്മയ്ക്ക് മനസ്സിലായി, ഔസേപിതാവ് വ്യസനിക്കും, തെറ്റിദ്ധരിക്കപ്പെടാം എന്നൊക്കെ മനസ്സിലായിട്ടും പരിശുദ്ധ അമ്മ ദൈവഹിതമനുസരിച്ച് സമയമാകുമ്പോൾ വെളിപ്പെടുത്തി കൊടുക്കുന്നതിന് വേണ്ടി പരിശുദ്ധ അമ്മ വെയിറ്റ് ചെയ്യുകയാണ്. അത് വെനറബിൾ മേരി ഓഫ് അഗ്രതയുടെ പുസ്തകത്തില് വെനറബിൾ മേരി ഓഫ് അഗ്രത പറയുന്നുണ്ട്. ഇതില് പരിശുദ്ധ അമ്മയ്ക്ക് വളരെ വിഷമമാണ്. അതിന് ഔസേപിതാവിന്റെ മനസ്സ് വിഷമിക്കുന്നത് കാണുമ്പോൾ പക്ഷെ അറിയായിരുന്നു ദൈവം അനുവദിച്ചൊരു വ്യാകുലമാണ്, ദൈവം അനുവദിച്ചു കൊടുത്തൊരു മുള്ളാണ്, ഒരു മുറിവാണ്. അത് ആ കുറച്ച് നിമിഷത്തേക്കും ദിവസത്തേക്കും ഔസേപിതാവ് അനുഭവിച്ചേ പറ്റൂ എന്നുള്ളത്. അതുകൊണ്ട് പരിശുദ്ധ അമ്മ പോലും മിണ്ടാതിരിക്കും. ഇതുപോലെ ചില സംഭവങ്ങൾ നമ്മുടെ കുടുംബജീവിതത്തിൽ ഉണ്ടാകും, സന്യസ്ത ജീവിതങ്ങളിൽ ഉണ്ടാകണം. ദൈവം അനുവദിക്കുന്നതാണ്. അപ്പോഴും നമ്മൾ ആ സംഭവത്തെ നമ്മൾ മനസ്സിലാക്കുമ്പോൾ ചേർത്ത് വെച്ച് കാഴ്ച വെച്ച് പ്രാർത്ഥിക്കുക എന്നുള്ളതാണ്.
ചില സമയത്ത് നമ്മൾ വ്യാഖ്യാനിച്ച് തിരുത്താൻ പോകുമ്പോൾ കൂടുതൽ വഷളാവുകയോ പ്രശ്നങ്ങളാവുകയോ ചെയ്യാവുന്ന സന്ദർഭങ്ങളും ഉണ്ട് കുടുംബജീവിതത്തിൽ. അപ്പോ ചില സന്ദർഭത്തിൽ നമുക്ക് ഒരു വ്യാഖ്യാനം കൊടുക്കേണ്ടി വരും, അല്ലെങ്കിൽ ഒരു എക്സ്പ്ലനേഷൻ. ഇത് കൊടുക്കുമ്പോൾ ചിലപ്പോൾ കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാവുന്ന സംഭവങ്ങളുണ്ട്. അങ്ങനെ ഉണ്ടായി ഡൈവേഴ്സിന്റെ വക്കീലെത്തിയ സംഭവങ്ങളും എനിക്കറിയാം. പക്ഷെ നമ്മള് ഇവിടെയെല്ലാം പ്രാർത്ഥനാ ജീവിതം, ഇനി കുടുംബത്തിൽ എല്ലാവരും ഒരുമിച്ച് പ്രാർത്ഥിക്കാൻ പറ്റുമോ? അതിൽ മനോഹരമായി വേറൊന്നുമില്ല. പക്ഷെ പലപ്പോഴും അത് സാധ്യമല്ല പല കുടുംബത്തിൽ. അപ്പൊ ഇവിടെയാണ് നമ്മൾ സഹിഷ്ണുതയും ക്ഷമയും വിനയത്വവും പാലിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നത്. അപ്പൊ നമുക്ക് ഇന്ന് ആ വചനഭാഗം നിങ്ങൾ പലപ്പോഴും കേട്ടിട്ടുണ്ടാവും. പത്രോസ്ലീഹയുടെ വലിയ ഇതാണ്. പൗലോസ്ലീഹ എഫേസുസാർക്ക് ലേഖനത്തിലും പറയുന്നുണ്ട്, കൊളോസാർക്ക് ലേഖനത്തിൽ പറയുന്നുണ്ട്, കൊറിന്തോസാർക്ക് എഴുതിയ ലേഖനത്തിലും പരസ്പര സ്നേഹവും സഹിഷ്ണുതയൊക്കെ കാര്യങ്ങൾ പറയുന്നുണ്ട്. അപ്പൊ നമുക്ക് നമ്മുടെ ആദ്യത്തെ മാർപ്പാപ്പ, ഈശോ അടിസ്ഥാനമിട്ട് സ്ഥാപിച്ച കത്തോലിക്ക സഭയുടെ ഈശോ സ്ഥാപിച്ച ഏകപരിശുദ്ധ സഭയുടെ പാറയായ പത്രോസ് നമുക്ക് നൽകിയ ദമ്പതിമാരുടെ കടമ്പ പലപ്പോഴും നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. എങ്കിലും ഒന്നും കൂടെ ഇന്നത്തെ ദിവസത്തിലേക്ക് വായിക്കുകയാണ്. ഭാര്യമാരെ, അപ്പൊ ഏറ്റവും ആദ്യം പത്രോസ് 3-ാം അധ്യായത്തിലെ അഭിസംബോധന തന്നെ വളരെ പ്രത്യേകതയാണ്. അതായത് ആ 2-ാം അധ്യായത്തിൽ അവസാനിക്കുന്ന തന്നെ വളരെ കർത്താവിന്റെ, അതിനുശേഷം പത്രോസ്ലീഹ നേരെ പ്രാക്ടിക്കൽ കാര്യങ്ങളിലേക്കാണ് പോകുന്നത്. അപ്പൊ ഞാൻ ആ ഒരു ഭാഗം കൂടെ വായിക്കാം. 2-ാം അധ്യായത്തിൽ അവസാന ഭാഗത്ത് നമ്മുടെ പാപങ്ങൾ സ്വന്തം, അതിന് തൊട്ടുമുമ്പ് മുമ്പ് അവൻ പാപം ചെയ്തിട്ടില്ല, അവന്റെ അതരത്തിൽ വഞ്ചന കാണപ്പെട്ടില്ല. ഈശോയെ പറ്റിയാണ് പറയുന്നത്. അതിന് തൊട്ടുമ്പോ നമ്മുടെ ഇതിനായിട്ടാണ് നിങ്ങൾ വിളിക്കപ്പെട്ടിരിക്കുന്നത്, എന്തെന്നാൽ ക്രിസ്തു നിങ്ങൾക്ക് വേണ്ടി സഹിക്കുകയും. ശ്രദ്ധിച്ചു കേൾക്കുക. 1 പത്രോസ് 2:21. നമ്മുടെ ഭാഗം 3-ാം അധ്യായത്തിലാണ്. എങ്കിലും അതിന്റെ ഒരു ഒരുക്കത്തിന് പൗലോസ് എങ്ങനെയാ വന്നേന്നുള്ളത് പത്രോസ്ലീഹ നമ്മുടെ ആദ്യത്തെ മാർപ്പാപ്പ എങ്ങനെയാ അതിനെ ഒരുക്കി കൊണ്ടുവന്നേന്നൊന്ന് ശ്രദ്ധിക്കാം. ഇതിനായിട്ടാണ് നിങ്ങൾ വിളിക്കപ്പെട്ടിരിക്കുന്നത്. ദിസ് ഈസ് യുവർ കോൾ, യുവർ കോൾ ഫോർ ദിസ്. എന്തെന്നാൽ ക്രിസ്തു നിങ്ങൾക്ക് വേണ്ടി സഹിക്കുകയും, നിങ്ങൾ, നമ്മുടെ ചാറ്റ് ബോക്സിൽ അത് വന്നിട്ടുണ്ട്, അപ്പോ അതിൽ വ്യക്തമാണ്. എന്തെന്നാൽ ക്രിസ്തു നിങ്ങൾക്ക് വേണ്ടി സഹിക്കും, നിങ്ങൾ അനുകരിക്കുന്നതിന് വേണ്ടി നിങ്ങൾക്ക് മാതൃക നൽകുകയും ചെയ്തിരിക്കുന്നു. നോട്ട് ദ പോയിന്റ്. ഇതിനായിട്ടാണ് നിങ്ങൾ വിളിക്കപ്പെട്ടിരിക്കുന്നത്. ആര്? ക്രിസ്തുവിനെ പിഞ്ചിലുന്ന എല്ലാവരും. അത് സന്യസ്തനായിക്കോട്ടെ, വൈദികനായിക്കോട്ടെ, സിസ്റ്റർ ആയിക്കോട്ടെ, ബ്രദർ ആയിക്കോട്ടെ, അച്ഛനായിക്കോട്ടെ, ഏകസ്ഥരായിക്കോട്ടെ, വിവാഹിതരായിക്കോട്ടെ, അവിവാഹിതരായിക്കോട്ടെ, വിധവകളായിക്കോട്ടെ, ഏത് രീതിയിൽ ജീവിക്കുന്നവരും വിളി. എന്തെന്നാൽ ക്രിസ്തു നിങ്ങൾക്ക് വേണ്ടി സഹിക്കുകയും, ക്രിസ്തു നിങ്ങൾക്ക് വേണ്ടി സഹിച്ചു, ക്ലിയർ ആണ്, നിങ്ങൾ അനുകരിക്കുന്നതിന് വേണ്ടി, ഫോർ യു ടു ഇമിറ്റേറ്റ്, നിങ്ങൾക്ക് മാതൃക നൽകുകയും ചെയ്തിരിക്കുന്നു. അനുകരിക്കാൻ, എന്താണ് അനുകരിക്കേണ്ടത്? സഹിക്കുന്നത് അനുകരിക്കാൻ വിളിക്കപ്പെട്ടിരിക്കുന്നു. പറയാൻ ഭയങ്കര എളുപ്പമാണ്, എനിക്ക് പോലും കേൾക്കാനും നമുക്ക് വലിയ ബുദ്ധിമുട്ടില്ല. അനുഭവിക്കുമ്പോൾ നമ്മളൊക്കെ ഒന്ന് പതറും. ഞാൻ പോലും പതറിയിട്ടുണ്ട്. നമുക്ക് അയ്യോ ദൈവമേ എന്ന് വിളിച്ചു കഴിഞ്ഞ് നമ്മൾ തളരരുത്. അതോടെ നേരെ ഔസേപ്പിതാവിന്റെ മാതാവിന്റെ കയ്യിലേക്ക് ഇടത്തേക്ക് ഓടിച്ചില്ല. ഇനി അടുത്ത വചനമാണ്, അവൻ പാപം ചെയ്തിട്ടില്ല, അവന്റെ അന്തരത്തിൽ വഞ്ചന കാണപ്പെട്ടിട്ടില്ല. നമ്മൾ പാപം ചെയ്തവരാണ്, പാപം ചെയ്യുന്നവരാണ്. അതരത്തിൽ വഞ്ചന ഉണ്ടാകാം, ഉണ്ടാകാതിരിക്കാം. ഹൃദയത്തിൽ ഉണ്ടാകാം, ഉണ്ടാകാതിരിക്കാം. പക്ഷെ അവൻ പാപം ചെയ്തിട്ടില്ല, എന്നിട്ടാണ് സഹിച്ചത്. അവന്റെ അതരത്തിൽ വഞ്ചനയും ഉണ്ടായിട്ടില്ല. അതായത് കർത്താവിന്റെ വായിൽ നിന്ന് വരുന്നതെല്ലാം ദൈവവചന, പരമപരിശുദ്ധ വചന. അവിടെ നിന്ന് ഒരു വാക്കിലോ ചിന്തയിലോ ഒന്നിലോ വഞ്ചനയില്ല. 10 കൽപ്പനയ്ക്ക് വിരുദ്ധമായ ഒന്നും അവിടുത്തെ ശരീരത്തിലോ ഹൃദയത്തിലോ മനസ്സിലോ അതരത്തിലോ എങ്ങുമില്ല. നിന്ദിക്കപ്പെട്ടപ്പോൾ അവൻ പകരം നിന്ദിച്ചില്ല. അപ്പൊ ഇത് നമ്മൾ ഈ നിന്ദിക്കുന്ന കാര്യം പേഴ്സണൽ ലൈഫിൽ പറയണം. എന്റെ വ്യക്തിപരമായ ജീവിതത്തിൽ, എന്റെ കുടുംബ ജീവിതത്തിലാകാം, എന്റെ സമൂഹ ജീവിതത്തിലാകാം, പ്രത്യേകിച്ച് മൈ പേഴ്സണൽ ലൈഫ്.
അതില് നിന്ദിക്കപ്പെട്ടപ്പോൾ അവൻ പകരം നിന്ദിച്ചില്ല, പീഡനമേറ്റപ്പോൾ ഭീഷണിപ്പെടുത്തിയില്ല. അനദർ പോയിന്റ്, ഇത് ഏത് ജീവിതത്തിലും കുടുംബജീവിതക്കാര് പ്രത്യേകം, പീഡനമേറ്റപ്പോൾ ഭീഷണിപ്പെടുത്തിയില്ല, പിന്നെയോ നീതിയോടെ വിധിക്കുന്നവന് തന്നെ തന്നെ ഭാരമേൽപ്പിക്കുകയാണ് ചെയ്തത്. നീതിയോടെ വിധിക്കുന്നവർ. അപ്പൊ ഈ ഒരു ഉറപ്പുണ്ടായിരിക്കാം, നീതിയോടെയാണ് കർത്താവ് വിധിക്കുള്ളൂ. ഭൂമിയിലുള്ള നമ്മുടെ ജീവിത പങ്കാളിയോ മക്കളോ സഹോദരങ്ങളോ അപ്പനോ അമ്മയോ അമ്മായിപ്പനോ ആരൊക്കെ നമ്മൾ എങ്ങനെയൊക്കെ വിധിച്ചാലും നീതിയോടെ വിധിക്കുന്നവൻ കർത്താവാണ്. അവിടെ നമുക്ക് നീതി ഉറപ്പാണ്. ഭൂമിയിൽ പലപ്പോഴും അനീതിയായിരിക്കും നമുക്ക് കിട്ടുന്നത്. അത് കുടുംബജീവിതത്തിൽ പ്രത്യേകിച്ച്. അത് കൂടുതൽ സഹിക്കുന്നതും അനുഭവിക്കേണ്ടി വരുന്നതും പലപ്പോഴും കുടുംബിനികളാണ്. പലപ്പോഴും. ചില കേസുകളിൽ നേരെ തിരിച്ചുണ്ട്, എക്സെപ്ഷൻസ് ഉണ്ട്. കേരളത്തിൽ തന്നെ എനിക്കറിയാവുന്ന സംഭവങ്ങളുണ്ട്. അപ്പോ നമ്മുടെ പാപങ്ങൾ സ്വന്തം ശരീരത്തിൽ വഹിച്ചുകൊണ്ടാണ് കുരിശിലേറിയത്. അത് നാം പാപത്തിന് മരിച്ച് നീതിക്കായി ജീവിക്കേണ്ടതിനാണ്. അവന്റെ മുറിവിനാൽ നിങ്ങൾ സൗഖ്യമുള്ളവരായിരിക്കും. ഈ വചനം നിങ്ങൾ പലപ്പോഴും കേട്ടിട്ടുണ്ടാവും. അവന്റെ മുറിവിനാലാണ് നിങ്ങൾ സൗഖ്യമുള്ളവരാക്കപ്പെട്ടിരിക്കുന്നത്. എടുത്ത് പ്രത്യേകം ഞാൻ അപേക്ഷിക്കുന്ന ഒരു കാര്യമാണ്. അടിവരയിട്ട് ഹൃദയത്തില് ഇതാണ് ഈശോയുടെ തിരുമുറിവിൽ നമ്മൾ അഭയം പ്രാപിക്കുന്നതിന് ഒരു ശക്തമായ വചനഭാഗം. എന്നെ ഒത്തിരി സ്പർശിച്ചിട്ടുള്ളതാണ്. ഇപ്പൊ ഇത് പറയുമ്പോൾ പോലും എനിക്കൊരു സ്പെഷ്യൽ ഇമോഷൻ ഫീൽ ചെയ്യുന്നു. അതുകൊണ്ട് കാരണം അവന്റെ മുറിവ്, ഹി വാസ് വൂണ്ടഡ് ഫോർ അവർ സിൻസ്, എന്റെ പാപങ്ങൾക്കുണ്ട്. അതുകൊണ്ട് എപ്പോഴും നമ്മൾ കർത്താവിന്റെ മുറിവില്, ഞാൻ നിങ്ങൾക്ക് ഈ ടോക്ക് എല്ലാ ദിവസവും അതിനു മുമ്പ് എന്റെ മുറിയില് ഈശോയുടെ മുറിവുകളുള്ള രൂപമുണ്ട്. എപ്പോഴും ഞാൻ ആ മുറിവിൽ പോയി മുത്തിയിട്ടാണ് പലപ്പോഴും ഏതൊരു ടോക്കിനും ഒരുങ്ങാറുള്ളതും. കാരണം അത് ഓരോരുത്തരുടെ വ്യക്തിപരമാണ്. എൻ്റെ പേഴ്സണൽ ജീവിതത്തിലും എൻ്റെ പേഴ്സണൽ ലൈഫിലും കൊച്ചുനാളിൽ മുതലേ എങ്ങനെയോ ദൈവം തന്ന കൃപയാണ്. ഒരു മേന്മയൊന്നുമല്ല, അങ്ങനെ ഒരു ഇത് വന്നുപോയി. അതായത് ഈശോയുടെ തിരുമുറിവിൽ ചുംബിക്കുക എന്നുള്ളത് അങ്ങനെ ഒരു ശീലം. അതിന്റെ അർത്ഥമൊന്നും അന്നൊന്നും അറിയില്ല, എന്തിനാണ് അങ്ങനെ ചെയ്യുന്നതെന്ന് പോലും. പക്ഷെ ഈ ഒരു വചനഭാഗം നമ്മൾ ആ മുറിവിന്റെ കാര്യത്തിൽ നമ്മളെ ശക്തിപ്പെടുത്തുന്നു. അപ്പൊ ഈ മുറിവ്, അവന്റെ മുറിവിനാൽ നിങ്ങൾ സൗഖ്യമുള്ളവരാക്കപ്പെട്ടിരിക്കുന്നു. അപ്പൊ ഈ മുറിവിലാണ് നമ്മൾ നമ്മുടെ മുറിവ് വെച്ചു കൊടുക്കേണ്ടത്. എന്റെ ഹൃദയത്തിന്റെ മുറിവ്, മനസ്സിന്റെ മുറിവ്, ജീവിത പങ്കാളിയിൽ നിന്ന് കിട്ടുന്ന മുറിവ്, മക്കളിൽ നിന്ന് കിട്ടുന്ന മുറിവ്, സഹോദരങ്ങളിൽ കിട്ടുന്ന മുറിവ്, അപ്പനമ്മയുടെ കയ്യിൽ നിന്ന് കിട്ടുന്ന മുറിവ്, അമ്മായിപ്പന്റെ അമ്മായിമ്മയുടെ കിട്ടും, അല്ലെങ്കിൽ തൊട്ടടുത്തുള്ള അയലക്കാര്, മറ്റുള്ളവർ, ആരുടെ കയ്യിൽ നിന്ന് കിട്ടുന്ന മുറിവ്, ഏത് മുറിവിനാലാണോ നമുക്ക് സൗഖ്യം ലഭിക്കുന്ന ആ മുറിവിലേക്ക് വെച്ചു കൊടുക്കുക. അതുകൊണ്ടാണ് കർത്താവിന്റെ സ്നേഹത്തിന്റെ അനന്തത വ്യക്തമാക്കുന്ന ദിവ്യ കാരുണ്യം ഒഴുകിയ തിരുരക്തവും തിരുചുരം ഒഴുകിയ ആ ഹൃദയത്തിന്റെ മുറിവിലേക്ക് വെച്ചു കൊടുക്കുക. നമ്മൾ ഇന്നലെ അങ്ങനെ പ്രാർത്ഥിച്ചു. അത് എൻ്റെ ഒരു അപേക്ഷയാണ്. നിങ്ങൾ എല്ലാ ദിവസവും ഉണ്ടാകുന്ന എല്ലാ വേദന, വിഷമം, മുറിവ്, നിന്ദനമാകാം, അപമാനമാകാം, ഇതെല്ലാം ഈ മുറിവിലേക്ക് വെച്ചു കൊടുക്കണം. അവന്റെ മുറിവിലേക്ക് വെച്ചു കൊടുക്കണം. അതേ നമുക്ക് പറ്റുള്ളൂ. അത് പ്രത്യക്ഷത്തിലൊന്നും കാണുന്നില്ലെങ്കിലും ഷുവർ വിധി ദിവസത്തിലും നമ്മുടെ ഉദാന ദിവസത്തിലും നമ്മൾ ഈ വെച്ചു കൊടുത്ത മുറിവുകളൊക്കെ പ്രശോഭിക്കും. രത്നങ്ങൾ പ്രശോഭിക്കുന്ന പോലെ അത് പ്രശോഭിക്കും. ഇല്ലെങ്കിൽ അതൊക്കെ നമുക്ക് വെറും നഷ്ടങ്ങളായി മാറും. അതുകൊണ്ടാണ് നമുക്ക് കിട്ടുന്ന മുറിവുകള്, അപമാനങ്ങള്, നിന്ദനങ്ങള്, ഒറ്റപ്പെടുത്തലുകള് പാഴാക്കരുത്. എന്റെ വിശുദ്ധീകരണത്തിനും എന്റെ പാപങ്ങളുടെ കടം ഇളച്ചു കിട്ടുന്നതിനും എന്റെ ഈശോയുടെ മുറിവിനോട് ചേർത്ത് വെക്കുമ്പോൾ അതൊക്കെ വലിയ നിക്ഷേപങ്ങളും നിധികളുമായി മാറ്റാനുള്ള മുത്തുകളാണ്. ദ പ്രഷ്യസ് ട്രഷർ ആൻഡ് ജ്വൽസ് ഇൻ ഹെവൻ. അത് കർത്താവിന്റെ മുറിവിൽ അത് പ്രശോഭിക്കും, അത് വിശുദ്ധീകരിക്കപ്പെടും. സ്വർണം ഉലയിൽ ശുദ്ധീകരിക്കപ്പെടുന്നത് പോലെ എന്റെ പാപവും പാപകടങ്ങളും മുറിവുകളും ഈശോയുടെ മുറിവിന്റെ ഉള്ളിൽ, ഈശോയുടെ ഹൃദയത്തിലെ സ്നേഹാഗ്നി ജ്വാലയുടെ ഉള്ളിൽ ആ മുറിവിനോട് ചേർത്ത് വയ്ക്കുമ്പോൾ ശുദ്ധീകരിക്കപ്പെടും. ഇതിനാണ് ദൈവം പലപ്പോഴും നമുക്ക് ഈ അഗ്നി സ്നാനത്തിന്റെ കൃപ എന്ന് പറയുന്നത്. അഗ്നി സ്നാനത്തിന്റെ കൃപയുടെ അടിസ്ഥാനം സഹനമാണ്, മുറിവുകളാണ്.
തെറ്റിദ്ധരിക്കപ്പെടലാണ്, തിക്തഫലങ്ങളാണ്, തിരസ്കരിക്കപ്പെടലുകളാണ്. അതുകൊണ്ടാണ് ഫൗസ്റ്റീന പുണ്യവതി എത്ര കൂടുതൽ മറ്റുള്ളവരെ അപമാനിക്കുമ്പോൾ സന്തോഷിക്കില്ല. നമുക്ക് നേരെ തിരിച്ചാണ്. അപ്പൊ ഇതിന്റെ ഈ രഹസ്യം മനസ്സിലാക്കി കഴിഞ്ഞാൽ നമ്മൾ ആഹ്ലാദിക്കും. നമ്മൾ അപ്പോസ്തലന്മാര് പീഡിപ്പിക്കപ്പെട്ടപ്പോൾ സന്തോഷിച്ച് ആഹ്ലാദിക്കുന്ന കാണുന്നത്. സാധാരണഗതിയിൽ നമ്മൾ ആരും ആ കാലത്ത് ജീവിച്ചിരുന്നെങ്കിൽ അവരെ കണ്ടിട്ട് പറയും, ഇവർക്ക് തലയ്ക്ക് ഭ്രാന്താണ്, വീഞ്ഞ് കുടിച്ച് ബോധമില്ലാണ്ട് പറയുന്ന ആൾക്കാർ എന്ന് ആദ്യമേ നമ്മൾ കാണുന്നുണ്ട്. എന്തായിരുന്നു അവരുടെ ലഹരി? ക്രിസ്തു, എനിക്ക് വേണ്ടി പീഡനമേറ്റ മരിച്ച ക്രിസ്തുവിന് വേണ്ടി സഹിക്കുക എന്നതായിരുന്നു അവരുടെ ലഹരി. അതാണ് നമ്മൾ പറയുന്ന തിരുരക്തത്താൽ, അങ്ങയുടെ തിരുരക്തത്താൽ എന്നെ ലഹരി പിടിപ്പിക്കണമേ. ഏത് ലഹരി? ദ സ്പിരിച്വൽ ഇനബ്രിയേഷൻ ഓഫ് ലവ് ഓഫ് ഗോഡ്. അപ്പൊ അത് പറയാനൊക്കെ ഭയങ്കര എളുപ്പമാണ്. അതിലേക്ക് എത്താൻ നമുക്ക് ഈ ഒരു വഴി അല്ലാണ്ട് വേറെ വഴിയില്ല. മുറിവുകളുടെ വഴിയിലൂടെ തിരുമുറിവുകളോട് ചേർത്ത് വെക്കുമ്പോഴാണ് അതിന് മഹത്വം ഉണ്ടാകുന്നത്. അപ്പൊ മുറിവുകൾ ഏറ്റവും നമുക്ക് എപ്പോഴാ നമ്മൾ ജോലി ചെയ്യുന്ന സ്ഥലത്ത് കിട്ടാം, സന്യസ്ത ജീവിതത്തിലുള്ളവർക്ക് കിട്ടാം, കുടുംബ ജീവിതത്തിലുള്ളവർക്ക് ഏറ്റവും കൂടുതൽ കിട്ടാനുള്ള സാധ്യത എപ്പോഴും കുടുംബജീവിതം നയിക്കുന്നവർക്കാണ്. പക്ഷെ അതുകൊണ്ടാണ് പറയുന്നത്, എത്രമാത്രം ഇതിനെ മനോഹരമാക്കാം അത് പിശാച് വെറുക്കുന്നു. പിശാച് ഇതിനെ ഉപയോഗിച്ച് ആ കുടുംബത്തെ തകർക്കാൻ ശ്രമിക്കുന്നു. നമ്മൾ ഇതിന്റെ രഹസ്യം മനസ്സിലാക്കിയാൽ അത് പണിതുയർത്തപ്പെടാനുള്ളതാണ്. ഇതിന്റെ അനുഗ്രഹവും ഫലങ്ങളും അനുഭവിക്കാൻ പോകുന്നതോ മക്കളും അടുത്ത തലമുറയായിരിക്കും. അപ്പൊ ഈ കാര്യം നമ്മൾ മറക്കരുത്. പ്രത്യേകിച്ച് പലപ്പോഴും ഞാൻ അമ്മമാരോട് പറയാറുള്ള ഒരു കാര്യമാണ്, നിങ്ങൾ ഒഴുക്കുന്ന കണ്ണീരും വേദനയും സഹനങ്ങളും അത് കർത്താവിന്റെ മുറിവുകളോട് ചേർത്ത് വെച്ച് കാഴ്ചവെച്ചാൽ, ഇപ്പോൾ ചിലപ്പോൾ ഭർത്താവിന്റെ മാനസാന്തരമായിരിക്കാം, മക്കളുടെ മാനസാന്തരമായിരിക്കാം, പാഴാവില്ല. വിശുദ്ധ അംബ്രോസിന്റെ ഒരു വാഗ്ദാനമാണ് മോണിക്ക പുണ്യ, കണ്ണീരിന്റെ പുത്രൻ ഒരിക്കലും നശിഞ്ഞു പോവില്ല. കർത്താവിന്റെ മുമ്പിൽ ഒഴുക്കുന്ന ഒരു കണ്ണീരും, പ്രത്യേകിച്ച് അമ്മമാര് മക്കൾക്ക് വേണ്ടിയാണ് ഒഴുക്കുന്നത്, പാഴാകില്ല. 100% ഗ്യാരണ്ടിയാണ്. 100% അതിന് ഫലമുണ്ടാവും. നിങ്ങൾ ജീവിച്ചിരിക്കുമ്പോൾ കാണണമെന്ന് മാത്രം വാശി പിടിക്കരുത്. ദൈവം ചിലപ്പോൾ അതിന് ശേഷമായിരിക്കും ആ ഫലം നൽകാൻ പോകുന്നത്. നമുക്ക് ഏറ്റവും ആവശ്യം കുടുംബത്തില് ഏറ്റവും വലുത്, ബാക്കി എല്ലാത്തിനും വലുതെന്താ? ജീവിത പങ്കാളി വിശദീകരിക്കപ്പെട്ട് സ്വർഗത്തിലെത്തും, മക്കള് സ്വർഗത്തിലെത്തും, അപ്പനമ്മ, അമ്മായിപ്പനമ്മ, ഇറസ്പെക്റ്റീവ് അവരുടെ എല്ലാ കുറവുകളോടും പ്രശ്നങ്ങളോടും ചേർത്ത് വെച്ചുണ്ട്. അപ്പൊ പലപ്പോഴും അതിനാണ് ഈ മോചനദ്രവ്യം എന്ന് ഇന്നലെ പറഞ്ഞത്. നമ്മുടെ ആത്മാവിന്റെ രക്ഷയ്ക്ക്, അവരുടെ ആത്മാവിന്റെ രക്ഷയ്ക്ക് വേണ്ടി നമ്മൾ ചിലപ്പോൾ ഒരു ത്യാഗമായി മാറേണ്ടി വരും, ഒരു മോചനദ്രവ്യമായി മാറേണ്ടി വരും. പലപ്പോഴും അത് കുടുംബിനികളെയാണ് ദൈവം വിളിക്കപ്പെട്ടിരിക്കുന്നത്. അപ്പൊ ഈ ഒരു കാര്യം പറയുമ്പോൾ ഞാൻ ജോസഫ മെനഡസിന്റെ ഇത് ഓർക്കുകയാണ്. ഞാനത് പലരോടും ഫോണിലൂടെ പോലും പറയാറുണ്ട്. ചില സമയത്ത് ഒത്തിരി വിഷമതകളോടെ കടന്നു പോകുമ്പോ ചിലരുടെ വിളി, അത് ചിലർക്കുള്ള വിളിയാണ്. പ്രത്യേകിച്ച് പല കുടുംബിനികൾക്കും ആ വിളിയുണ്ട്, പലർക്കും. ജോസഫ മെനൻഡസ് ദ വേ ഓഫ് ഡിവൈൻ ലവ് എന്നൊരു പുസ്തകം എഴുതിയ കന്യാസ്ത്രീയാണ്. നാമനിരപടി മുന്നോട്ട് അധികം പോയിട്ടില്ല, എങ്കിലും വിശുദ്ധയായ ഒരു കന്യാസ്ത്രീയാണ്. വെരി സിമ്പിൾ, ഹമ്പിൾ, വേറെ പ്രത്യേകത ഒന്നുമില്ല. അപ്പോ ജോസഫ മെനൻഡസിന്റെ അടുത്ത് ഈശോ, അതായത് നമ്മുടെ കരുണയുടെ വെളിപ്പെടുത്തലുകൾക്ക് മുമ്പ് ഈശോ വെളിപ്പെടുത്തി കൊടുത്ത കാര്യങ്ങളാണ് ജോസഫ മെനൻഡസിൽ. അപ്പൊ അതില് വേ ഓഫ് ഡിവൈൻ ലവ്, അതിന്റെ എസെൻസ് എന്ന് പറയുന്നത് ഫൗസ്റ്റീനോട് പറഞ്ഞ കരുണയുടെ കാര്യങ്ങൾ തന്നെയാണ്. അതിന്റെ ആഴത്തിൽ ഈശോയുടെ തിരുമുറിവുകളുടെ സിസ്റ്റർ മേരി മാർത്ത ഷംബോൺ വെളിപ്പെടുത്തി കൊടുക്കുമ്പോഴും അതിന്റെ അടിസ്ഥാനം വീണ്ടും കർത്താവിന്റെ ഹൃദയത്തിൽ നിന്ന് ഒഴുകുന്ന സ്നേഹവും കരുണയിലേക്കാണ് പോകുന്നത്. അപ്പൊ ഈ ജോസഫ മെനൻഡസിനോട് ഈശോ പ്രത്യക്ഷപ്പെട്ട് ഈശോ ഓരോ കാര്യങ്ങൾ പറയുമ്പോൾ ജോസഫ മെനൻഡസ് പറയുന്ന ഒരു വാക്കുണ്ട്, കർത്താവെ നിനക്ക് എന്നെ ഇതിന് കിട്ടിയുള്ളൂ, വേറെ ആരെയും കിട്ടിയില്ല. എത്രയോ എന്നേക്കാൾ മെച്ചപ്പെട്ട സഹോദരിമാര് ഈ കോൺവെന്റിലുണ്ട്, ഈ കോൺഗ്രിഗേഷനിലുണ്ട്, ഈ കോൺവെന്റിലുണ്ട്, നീ എന്തിനെ എന്നെ തെരഞ്ഞെടുക്കണേ എന്ന് പറഞ്ഞു. അപ്പൊ കർത്താവിന്റെ മറുപടി ശ്രദ്ധിച്ചു കേട്ടോളുക കർത്താവിന്റെ മറുപടി കർത്താവ് ജോസഫ മെനൻഡസിനോട് പറഞ്ഞതാണ്. അവിടെ ജോസഫ മെനൻഡസ് തോറ്റുപോയി. നമ്മളെല്ലാവരും തോറ്റ് തുന്നം പാടുന്ന ഒരു ഉഗ്രൻ മറുപടിയാണ് കർത്താവ് കൊടുക്കുന്നത്. കർത്താവ് പറഞ്ഞു,
നിന്നേക്കാൾ അയോഗ്യയും പാപിയുമായ വേറൊരാളെ ഞാൻ കണ്ടെത്തിയില്ല, അതുകൊണ്ടാണ് ഞാൻ നിന്നെ തെരഞ്ഞെടുത്തത്. അവിടെ തോറ്റ് കുമ്പിട്ട് ജോസഫ് മെനൻഡസ് അവിടെ സാഷ്ടാംഗം വീഴുക, ഇതാ ഞാൻ, ഐ സറണ്ടർ. പിന്നീട് ജോസഫ് മെനൻഡസിന് കിട്ടുന്നത് പലപ്പോഴും ഒപ്പമുള്ള കോൺവെന്റിലുള്ളവർ മറ്റുള്ളവരിനൊക്കെ സഹനങ്ങൾ തന്നെയാണ്. നിന്ദനങ്ങള്, പരിഹാസങ്ങള്, അപമാനങ്ങള്, തെറ്റിദ്ധരിക്കപ്പെടൽ. അത് നമുക്ക് പല വിശുദ്ധരുടെ ജീവിതത്തിലും ആദ്യ കാലഘട്ടത്തിൽ എപ്പോഴും ഉണ്ടാവും. ഫാദർ പിന്നെ നോക്കിയാലും ഫൗസ്റ്റിനെ നോക്കിയാലും പറയുമ്പോഴിപ്പോ വായിക്കുമ്പോഴൊക്കെ നമുക്ക് എളുപ്പമാണ്. കടന്നു പോകുന്ന ഹൃദയത്തിൽ നിന്ന് ചിന്തുന്ന ആത്മീയ രക്തം ചെറുതല്ല ആ ഇതിലൂടെ കടന്നു പോകുമ്പോൾ. അപ്പൊ ഇതുപോലെ തന്നെയാണ് കുടുംബജീവിതത്തിൽ പലരും കടന്നു പോകുന്നത്. അപ്പോ ഈ കാര്യം നമ്മൾ ഓർക്കുക. അപ്പൊ ഈശോ പറഞ്ഞൊരു കാര്യമാണ്, നിന്നേക്കാൾ അയോഗ്യയും പാപിയുമായ മറ്റൊരാളെ ഞാൻ കണ്ടില്ല, അതുകൊണ്ടാണ് നിന്നെ തിരഞ്ഞെടുത്തത്. അപ്പൊ കുടുംബ ജീവിതങ്ങളിലും ചിലവരെ ദൈവം തിരഞ്ഞെടുക്കുന്നതുകൊണ്ടാണ് ആ കുടുംബത്തിന് വേണ്ടി സഹനമായി മാറാൻ, ത്യാഗമായി മാറാൻ, ആ കുടുംബത്തിന് വേണ്ടി മോചന ദ്രവ്യമായി മാറാൻ, മറ്റുള്ളവരുടെ ആത്മാവിന്റെ വിശദീകരണത്തിന് സ്വയം ബലിയായി. അത് മോണിക്ക പുണ്യവതി അതിന് വ്യക്തമായ ഉദാഹരണമാണ്. ഒരു ഭർത്താവിന് വേണ്ടിയും മകന് വേണ്ടിയും ഒരു മോചന ദ്രവ്യമായി ജീവിതം മുഴുവൻ കണ്ണീരൊഴുക്കി കരഞ്ഞ് പ്രാർത്ഥിച്ച് എരിഞ്ഞ് 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 തീരുന്ന ഒരു തിരിയെ പോലെ അയാളാണ് വിശുദ്ധ മോണിക്ക. അപ്പൊ അതുപോലെയാണ് ഈ ജോസഫ മെനൻഡസിനോട് ഈശോ പറഞ്ഞു. അപ്പൊ ഇതുപോലെ ചിലരുടെ, എന്നിട്ട് ഈശോ പറഞ്ഞൊരു കാര്യമുണ്ട്, ഞാൻ ചില രഹസ്യമായി തിരഞ്ഞെടുക്കുന്ന ആത്മാക്കളുണ്ട്. ഇതും പ്രത്യേകം ശ്രദ്ധിക്കണേ. പ്രത്യേകം തെരഞ്ഞെടുത്ത് രഹസ്യമായി എന്റെ പീഡകളിൽ പങ്കുപറ്റി എന്റെ പീഡകളോട് ചേർത്ത് അവരുടെ ജീവിതത്തിലെ സഹനങ്ങൾ കാഴ്ചവെച്ചുകൊണ്ട് മോചനദ്രവ്യമാകാൻ ആക്കപ്പെട്ട അനേകം ആത്മാക്കൾ ഉണ്ട്. അതിലൊന്ന് നീ എന്ന് കർത്താവ് പറയുമ്പോഴും പറയുന്ന ഒരു വാക്കും കൂടി ഉണ്ട്, അനേകം കുടുംബിനികളെയും ഞാൻ അതിന് തിരഞ്ഞെടുത്തു. അപ്പോ കന്യാസ്ത്രീയായ കന്യാവ്രതം സ്വീകരിച്ചവരെ മാത്രമല്ല, അവരോട് തീർച്ചയായിട്ടും കർത്താവ് എടുത്തു പറഞ്ഞതാണ് കുടുംബിനികൾ. ഇത് ശ്രദ്ധിക്കണം. ജോസഫ് മെനൻഡസിനോട് പറയുമ്പോൾ രഹസ്യമായി ക്രിസ്തുവിന്റെ പീഡകളോട് ചേർത്ത് ക്രിസ്തുവിന് വേണ്ടി സഹിച്ച് ആത്മാക്കളെ രക്ഷിക്കുന്ന അതേ കർത്താവിന്റെ മിഷനിൽ പങ്കുപറ്റാൻ, ഒരു മിഷണറി പ്രവർത്തനം ചെയ്യേണ്ട, ഒരു മിഷനിലും പോകേണ്ട, ഒന്നും ചെയ്യണ്ട, ആയിരിക്കുന്ന അവസ്ഥയിൽ കുടുംബത്തിൽ കിട്ടുന്ന സഹനം ഏറ്റെടുത്തുകൊണ്ട് ആത്മാക്കളെ രക്ഷയ്ക്ക് വേണ്ടി കാഴ്ച വെച്ചാണ് അവര് കർത്താവിന്റെ ഈ മോചനദ്രവ്യമായ കർത്താവിന്റെ അവരുടെ ജീവിതത്തിലൂടെ അവരെ വിശദീകരിക്കാനും മറ്റുള്ളവരെ വിശദീകരിക്കാനും മോചനദ്രവ്യമായി മാറാനുള്ള വിളി ജോസഫ് മെനൻഡസിന് കൊടുക്കുമ്പോഴും കുടുംബജീവിതം നയിക്കുന്നവരെ കർത്താവ് തെരഞ്ഞെടുത്തത്. ഇനി കർത്താവ് പറഞ്ഞതാണ്, ഇവർ പരസ്യമായി പലപ്പോഴും അറിയപ്പെടില്ല എന്ന് പറയാം. രഹസ്യമായി നമ്മുടെ നന്മകളും സഹനങ്ങളും കൃപകളും എത്ര രഹസ്യമായിരിക്കുന്നോ അത്ര കൂടുതലായിരിക്കും സ്വർഗത്തിലെ നിക്ഷേപം. എത്ര കൂടുതൽ നമ്മൾ ചെയ്യുന്ന നന്മ പ്രവൃത്തി, അതാണ് കർത്താവ് പറഞ്ഞത്, നിങ്ങൾ ഇടത് കൈ ചെയ്യുന്നത് വലത് കൈ അറിയാതിരിക്കട്ടെ. ഏത് നന്മയും ഏത് ത്യാഗവും ഏത് സഹനവും നമ്മൾ ഏറ്റെടുക്കുമ്പോഴും എത്ര കൂടുതൽ മറ്റുള്ളവർ അറിയാണ്ടിരിക്കുന്നോ അത്ര ഉന്നതമായിരിക്കും നമുക്ക് ലഭിക്കുന്ന കൃപ. അപ്പൊ അതിനു വേണ്ടി നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കാം. നമുക്ക് അല്പനേരം ഒന്ന് നിങ്ങളായിരിക്കുന്ന ഒത്തിരി നേരമായി നമ്മൾ ഇരിക്കുക, നിൽക്കുക, സാധിക്കുന്നവർക്ക് വേണമെങ്കിൽ നിൽക്കാം, ഇരിക്കാം, നിങ്ങൾക്ക് കൈ ഉയർത്തി പിടിക്കാം. നമ്മുടെ വലത് കരോ നമ്മൾ സ്വതന്ത്രമായി ഉച്ചത്തില് വേണമെന്നുള്ളവർ സ്തുതിക്കാം, അല്ലെങ്കിൽ ഹൃദയത്തില് നിങ്ങൾ സ്തുതിക്കുക. എന്നിട്ട് നമ്മുടെ ജീവിതത്തെ നമുക്ക് സംഭവിച്ച എല്ലാ കാര്യങ്ങളും ഈ നിമിഷം ആത്മന ദിവ്യകാരുണ്യനാഥനെ അവിടുത്തെ തിരുഹൃദയത്തെ ധ്യാനിച്ചുകൊണ്ട് നമ്മളൊന്ന് സമർപ്പിക്കുക. ശാന്തമായി സമർപ്പിക്കുന്നവർക്ക് ശാന്തമായി സമർപ്പിക്കാം. മൈക്കാരും ഓണാക്കണ്ട. നിങ്ങൾ ആയിരിക്കുന്ന അവസ്ഥയിൽ നിങ്ങൾക്ക് ഈശോയുടെ നാമം ഉച്ചരിച്ചുകൊണ്ട് നമുക്ക് പറയാം, ഈശോയെ, പരിശുദ്ധമ്മേ, മാതാവേ, ഔസേപിതാവേ, ഞങ്ങളുടെ ഇടയിലായിരിക്കണമേ. ഈ നിമിഷം ഞങ്ങൾ ഓരോരുത്തരുടെ ജീവിതത്തിലൂടെ കടന്നു പോയിട്ടുള്ള സഹനങ്ങളും മുറിവുകളും ക്ലേശങ്ങളെല്ലാം പാഴാക്കി കളഞ്ഞിട്ടുണ്ടെങ്കിൽ അതെല്ലാം ഇപ്പോൾ ഒരുമിച്ച് കൂട്ടി കർത്താവിന്റെ തിരുമുറിവിലേക്ക്, ഹൃദയത്തിലേക്ക് ഞങ്ങൾ കാഴ്ചവെക്കും. പലപ്പോഴും ഞങ്ങളുടെ വിളിയെ പറ്റി ഞങ്ങൾ മറന്നുപോയിട്ടുണ്ട്. അവന്റെ മുറിവിനാൽ സൗഖ്യപ്പെടേണ്ടവരാണ് നമ്മൾ. എന്നാൽ മറ്റുള്ളവർക്ക് വേണ്ടി മുറിയപ്പെടാനും വിളിക്കപ്പെട്ടവരാണ്. ക്രിസ്തു എനിക്ക് വേണ്ടി മുറിക്കപ്പെട്ടു, എനിക്ക് വേണ്ടി മുറിവേറ്റു, എനിക്ക് വേണ്ടി കീറി മുറിക്കപ്പെട്ടെങ്കിൽ ഞാനും എൻ്റെ സഹോദരങ്ങൾക്ക് വേണ്ടിയും
എല്ലാറ്റിലുപരി എന്റെ കുടുംബത്തിലുള്ളവർക്ക് വേണ്ടിയും പലപ്പോഴും കീറിമുറിക്കപ്പെടുന്ന ഒരു വിളി, അതൊരു മഹനീയ ദൈവവിളിയാന്ന് മനസ്സിലാക്കാനുള്ള കൃപ ഞങ്ങൾക്ക് നൽകണം. ഞങ്ങളെ സഹായിക്കണമേ. ഞങ്ങളുടെ കടമകൾ അതിനോട് ചേർന്ന് മുന്നോട്ട് പോകുമ്പോൾ അതെല്ലാം ക്രിസ്തുവിനോട് ചേർത്ത് വിശുദ്ധമ്മ ചെയ്ത പോലെ, പിതാവ് ചെയ്ത പോലെ ചെയ്യാനുള്ള കൃപ ഞങ്ങൾക്ക് നൽകണം. യേശുവേ, അങ്ങയുടെ കരസ്പർശം ഞങ്ങളുടെ ഹൃദയത്തില്, ഞങ്ങളുടെ കുടുംബത്തില്, ഞങ്ങളുടെ ആത്മാവില്, മനസ്സില്, മുറിവില് എല്ലാം അങ്ങ് തൊടണമേ. തിരുവിലാവിൽ നിന്ന് ഒഴുകിയിറങ്ങിയ തിരുരക്തത്താലും തിരുജലത്താലും കഴുകി വിശദീകരിക്കണം. നമുക്ക് ഞാൻ ഈരടി പാടാം. നമുക്ക് നമ്മുടെ ഈ ഒരു വർഷത്തിലും ഇത്രയും നാളത്തെ ജീവിതത്തിൽ കിട്ടിയ മുറിവില് കർത്താവിന്റെ കരുണയുടെ സ്പർശം ഉണ്ടാകുന്നതിന് വേണ്ടി സാധിക്കുന്നവർക്ക് കണ്ണടയ്ക്കാം. ഈശോയുടെ തിരുമുറിവിനെയും തിരുഹൃദയത്തെയും നമുക്ക് ധ്യാനിക്കാം. തിരുവിലാവിൽ നിന്നൊഴുകും തിരുച്ചോര തുള്ളിയാൽ കഴുകേണമെന്നെ എന്റെ പൊന്നു കർത്താവേ. തിരുവിലാവിൽ നിന്നൊഴുകും തിരുച്ചോര തുള്ളിയാൽ കഴുകേണമെന്നെ എന്റെ പൊന്നു കർത്താവേ. ശിരസ്സു മുതൽ പാദം വരെയും മുറിവുകളെല്ലാം നീയൊന്ന ഏറ്റെടുക്കണമേ. എന്റെ ഹൃദയത്തിൽ എന്റെ കുടുംബത്തിൽ വന്ന എല്ലാ പാപശാപങ്ങളും നീക്കിക്കളയണമേ. തിരുനിലാവിൽ നിന്നൊഴുകും തിരുച്ചോര തുള്ളിയ കഴുകേണം എന്നെയും എന്റെ കുടുംബത്തെയും. തിരുനിലാവിൽ നിന്നൊഴുകും തിരുച്ചോര തുള്ളിയ കഴുകേണം എന്നെയും എൻ കുടുംബത്തെയും. ഈശോയുടെ തിരുഹൃദയത്തിൽ നിന്ന് ഒഴുകിയിറങ്ങിയ തിരുരക്തവും തിരുജലവും നമ്മുടെ ഹൃദയത്തിലേക്കും ശിരസിലേക്കും മുറിവിലേക്കും നമ്മുടെ കുടുംബങ്ങളിലേക്കും ജീവിത പങ്കാളികളിലേക്കും മക്കളിലേക്കും മാതാപിതാക്കള് സഹോദരങ്ങള് ബന്ധുമിത്രാദികളിലേക്ക് ഇറങ്ങിച്ചെല്ലാനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവെ, അങ്ങയുടെ കരസ്പർശം ഞങ്ങൾക്ക് അങ്ങ് തൊട്ട് സൗഖ്യപ്പെടുത്തുന്നവനാണ്. അങ്ങയുടെ നോട്ടം കൊണ്ട് അങ്ങ് സൗഖ്യപ്പെടുത്തുന്നവനാണ്. അങ്ങയുടെ വാക്കുകൊണ്ട് അങ്ങ് സൗഖ്യപ്പെടുത്തുന്നവൻ. അങ്ങ് വിചാരിച്ചാൽ ഞങ്ങൾക്ക് വേണ്ട സൗഖ്യം നൽകി ഇതുവരെ ഞങ്ങൾക്ക് ലഭിച്ചില്ലാത്തതിന് നന്ദി പറഞ്ഞുകൊണ്ടും ഇനി വരാനിരിക്കുന്ന വർഷത്തിൽ ഏറ്റവും ഉചിതമായ വിധത്തിൽ ഞങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ഒന്നും പാഴാക്കി കളയാൻ എല്ലാം അങ്ങേക്ക് കാഴ്ചവെക്കാനുള്ള കൃപ, കുടുംബജീവിതം അത് അങ്ങ് സ്ഥാപിച്ച് അങ്ങ് അതിനെ വിശദീകരിച്ച് പവിത്രീകരിച്ച് കൂദാശയാക്കി ഉയർത്തി പിതാവിലൂടെയും മാതാവിലൂടെയും ഞങ്ങൾക്ക് മാതൃക നൽകിക്കൊണ്ട് അത് അങ്ങയുടെ മോചനദ്രവ്യത്തോട് ചേർത്ത് വെച്ചുകൊണ്ട് ആത്മാക്കളുടെ രക്ഷയ്ക്കും വിശദീകരണത്തിനുമായിട്ട് മാറ്റാനുള്ള കൃപ ഞങ്ങൾക്ക് ഓരോരുത്തർക്കും നൽകണമേ. ഇത് കേൾക്കുന്നവർക്കും അവരുടെ കുടുംബത്തിലായിരിക്കുന്നവർക്കും എല്ലാം ഈ വലിയ അനുഗ്രഹവും കൃപയും നൽകണമെന്ന് പ്രാർത്ഥിക്കും. ഈശോയ്ക്കും മറിയത്തിനും ഔസേപ്പിതാവിനും സ്തുതിയായിരിക്കട്ടെ. നമുക്ക് പത്രോസ്ലീഹയുടെ നമ്മൾ ഉദ്ദേശിച്ച ഭാഗത്തിലേക്ക് പോയില്ല. ദമ്പതിമാരുടെ കടമയാണ്. നമ്മൾ അതിനു മുമ്പ് ആ ഒരു വചനഭാഗത്ത് നിന്ന് നമ്മൾ അവിടെ കർത്താവ് പറഞ്ഞ പോലെ സൗഖ്യമുള്ളവരാക്കപ്പെട്ടിരിക്കുന്നു. അപ്പോ ഭാര്യമാരെ നിങ്ങൾ ഭർത്താക്കന്മാർക്ക് വിധേയരായിരിക്കും. വിധേയത്വത്തിലാണ് അടങ്ങിയിരിക്കുന്നത്. അതുകൊണ്ടാണ് ദൈവം ആദ്യം മുതലേ ആദത്തിന് ശേഷമാണ് അവ എന്നത്. പണ്ടേ തൊട്ട് നമുക്കറിയാം എപ്പോഴും സ്ത്രീകളുടെ വയസ്സ് പുരുഷന് താഴെ ആയിരിക്കണമെന്ന് പലപ്പോഴും ആഗ്രഹിച്ചിട്ടതിന്റെ കാര്യം ഇതാണ്. കാരണം സ്വാഭാവികമായിട്ടും ഔവ ചെയ്തതുപോലെയുള്ള ടെൻഡൻസി ഈസ് ദെയർ നാച്ചുറലി, അറിഞ്ഞു അറിയാതെ. അപ്പോൾ ആ ഒരു ഡോമിനേഷൻ
ഒരു കുടുംബത്തിൽ ഭാര്യ ഭർത്താവിനെ ഡോമിനേറ്റ് ചെയ്യാണ്ടിരിക്കാൻ വേണ്ടി നാച്ചുറലി ദൈവം ഇൻ ദ വിസ്ഡം ആൻഡ് നാച്ചുറൽ സെൻസ് വിജാതിയുടെ ഇടയിൽ പോലും അത് വന്നിരുന്നു. അതുകൊണ്ടാണ് ഒരു കാര്യം, ഭർത്താക്കന്മാർക്ക് വിധേയരായിരിക്കും. വിധേയത്വം, അതില് എളിമയുണ്ട്, സഹനമുണ്ട്, ത്യാഗമുണ്ട്, സമർപ്പണമുണ്ട്. വചനം അനുസരിക്കാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെ വാക്കുകൊണ്ടല്ല പെരുമാറ്റം കൊണ്ട് വിശ്വാസത്തിലേക്ക് ആനയിക്കാൻ ഭാര്യമാർക്ക് കഴിയും. ഗ്യാരണ്ടി, പത്രോസ്ലീഹയുടെ ഗ്യാരണ്ടിയാണ്. വാക്കുകൊണ്ടല്ല, പെരുമാറ്റം കൊണ്ട്. എന്താണ് ആ പെരുമാറ്റം? എളിമ, സഹിഷ്ണുത, ത്യാഗം, നമ്മളെ തന്നെ വിട്ടുകൊടുക്കുക. അവർ നിങ്ങളുടെ ആദരപൂർവകവും, എടുത്ത് ശ്രദ്ധിക്കുക, ആദരപൂർവകം, ആദരവ്, റെസ്പെക്ട്, ആദരപൂർവകവും. ദ നെക്സ്റ്റ് പോയിന്റ് ആണ് മോസ്റ്റ് ഇമ്പോർട്ടന്റ്, നിഷ്കളങ്കവുമായ പെരുമാറ്റം. കളങ്കമില്ലാത്ത, സ്വാർത്ഥമില്ലാത്ത പെരുമാറ്റം. കാണുന്നത് മൂലമാണ് ഇത് സാധ്യമാവുക. ഒരു പെർഫെക്റ്റ് കാറ്റഗറ്റിക്കൽ എഡ്യൂക്കേഷൻ ഫോർ എ മാരീഡ് കപ്പിൾ എന്ന് വേണമെങ്കിൽ ഈ ഭാഗത്തിനെ പറയാം, പത്രോസ്ലീഹയുടെ. ഇതിനെ നമ്മൾ എടുത്ത് കീറി മുറിച്ചാൽ വിവാഹിതർക്ക് വേണ്ടി, അല്ലെങ്കിൽ കൂദാശ, നമുക്ക് സമയമില്ല, അല്ലെങ്കിൽ ഞാൻ അതിലേക്ക് പോയെന്ന്, കുറച്ച് കുടുംബ ജീവിതത്തിന്റെ വിവാഹം എന്ന കൂദാശയുടെ ആഴത്തിലേക്ക് കടക്കാൻ വേണ്ടിയുള്ള നല്ല വ്യക്തമായ പോയിന്റുകളാണ് പത്രോസ്ലീഹ നമുക്ക് നൽകി. ഇനി വെരി ക്ലാരിറ്റി, ഇത് ഞാൻ ഓർക്കണേ, ഞാൻ ഇന്നും കൂടെ പറയുകയുണ്ടായി. ബ്രസീലില് ഞാൻ അവിടെ, യൂറോപ്പിൽ പൊതുവെ ഇവിടെയും, അവർക്ക് നമ്മുടെ മലയാളികൾക്കും സൗത്ത് ഇന്ത്യൻസിനും ഇന്ത്യക്കാർക്കും ഉള്ള പോലെ ആഭരണ ഭ്രമം ഇല്ല. നമ്മുടെ ഇവിടെ അത് ഭയങ്കര കൂടുതലാണ്. അപ്പൊ ഇവിടത്തെ വിവാഹത്തിന് ആൾക്കാർ ഉപയോഗിക്കുന്ന, കത്തോലിക്ക വിവാഹങ്ങൾക്ക് ഉപയോഗിക്കുന്ന ചില ഫോട്ടോകൾ അവരെ കാണിച്ചപ്പോ അവരൊക്കെ ഇങ്ങനെ ഞെട്ടിത്തിരിച്ചിട്ടുണ്ട്. അയ്യോ, ഇത്രയും സ്വർണം, ഇത്രയും ആഭരണം, ഇത്ര ഇങ്ങനെ ഇടും, എന്തിനാ ഇട്ടിട്ട്, ഇതെന്താ ഗുണം? അപ്പൊ അവരുടെ ചോദ്യമാണ്, ലോജിക്കൽ റീസണിങ് എന്ന് പറയും. അപ്പോ ഞാൻ പറഞ്ഞു, ഇറ്റ് ഈസ് ഓൺലി പാർട്ട് ഓഫ് ദ ഷോ. നമ്മൾ പറയുന്നത് ഷോ കാണിക്കുക, അല്ലെങ്കിൽ മറ്റുള്ളവരുടെ മുമ്പില് ഇപ്പൊ എനിക്ക് അറിയാവുന്ന തൊട്ടടുത്ത് കുടുംബത്തിലെ ബന്ധുക്കളുടെ ഇടയിലൊക്കെ പറയും, കല്യാണത്തിന് പോകുമ്പോ 4 ആളെ കാണിക്കാനാണ് പലപ്പോഴും ഈ സ്വർണം എടുക്കുന്നത്. ആൻഡ് ബേസിക്കലി അതാണ്. അപ്പൊ ഈ ഒരു കാര്യത്തിൽ പെന്തക്കോസ്തക്കാർ ഒരു അനദർ എക്സ്ട്രീമാണ്, ആഭരണം ഒന്നും ഉപയോഗിക്കില്ല. അപ്പൊ ഒട്ടും ഉപയോഗിക്കേണ്ടെന്ന് പറയുന്നത് ഉചിതമാണ്, പക്ഷെ അതൊരു വേറൊരു എക്സ്ട്രീമിസത്തിലേക്ക് പോകും. എന്നാൽ കണ്ടമാനം ഉപയോഗിക്കുന്നതിലും വലിയ കാര്യമില്ല. ഇനി പലപ്പോഴും ഇറ്റ് ഈസ് മാറ്റർ ഓഫ് പ്രസ്റ്റീജ് ഇഷ്യൂ ആണ്. നമ്മുടെ ഇവിടെ സ്വർണം, ആഭരണം കാണുക, ഇൻക്ലൂഡിങ് എനിക്കറിയാവുന്ന കത്തോലിക്ക കുടുംബങ്ങളുടെ ഇടയിൽ പോലും. അൺഫോർച്ചുനേറ്റ്, ഞാൻ പലപ്പോഴും ചിലരോട് പറയാറുണ്ട്, ദൈവം ഇതൊക്കെ ഒന്ന് പൊളിച്ച് തകർത്ത് എഴുതപ്പെടാൻ ഒരു അവസരവും ദിവസവും തരാൻ. നമ്മുടെ വിജാതി ആചാരങ്ങൾ, താലികൾ, ഇതെല്ലാം. കാരണം യഥാർത്ഥ വിവാഹത്തിന്റെയും കുടുംബജീവിതത്തിന്റെ അടിസ്ഥാനം ഇതിലൊന്നുമല്ല. ബട്ട് സ്റ്റിൽ എല്ലാവരും അതിന്റെ പുറകിലാണ്, അറിഞ്ഞോ അറിയാതെ. ഒഴുക്കിന്റെ ഒപ്പം, ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ പലപ്പോഴും ആവർത്തിച്ചിട്ടുള്ള ഒരു വാക്കാണ് യുവാക്കളുടെ ഇടയിൽ, ഒഴുക്കിനെതിരെ നീന്തുക, സ്വിം അഗൈൻസ്റ്റ് ദ കറന്റ്. വളരെ ബുദ്ധിമുട്ടാണ്, പറ്റില്ല, ഒറ്റപ്പെടും, നിങ്ങൾ മാറ്റി നിർത്തപ്പെടും, കളിയാക്കപ്പെടും. ചങ്കൂറ്റം വേണം. എന്തിന്? എന്റെ ക്രിസ്തുവിനെ പ്രതിയാണ്, എന്റെ ക്രിസ്തുവിന് വേണ്ടിയാണ്. ഞാൻ ആർക്ക് വേണ്ടിയാണോ ഭൂമിയിൽ ജീവിക്കുന്നത്, ആരുടെ രക്തം കൊണ്ടാണ് ഞാൻ രക്ഷിക്കപ്പെട്ടത്, ആർക്ക് വേണ്ടിയാണ് ഞാൻ സന്യസ്ത ജീവിതം നയിക്കുന്നത്, ആർക്ക് വേണ്ടിയാണ് ഞാൻ വിവാഹ ജീവിതം നയിക്കുന്നത്, ആർക്ക് വേണ്ടിയാണ് ഞാൻ കുടുംബജീവൻ നയിക്കുന്നത് എന്ന് ഉറപ്പുണ്ടെങ്കിൽ ചങ്കൂറ്റത്തോടെ ഒഴുക്കിനെതിരെ നീന്താൻ പറ്റും. എളുപ്പമല്ല, പറ്റും. യുവാക്കൾ ബാഹ്യമോടികളായ പിന്നിയ മുടിയോ സ്വർണാഭരണമോ വിശേഷ വസ്ത്രങ്ങളോ അല്ല നിങ്ങളുടെ അലങ്കാരം. സോ ക്ലിയർ. 90%, 99 എന്ന് ഞാൻ പറയും, നമ്മുടെ കേരളത്തിലെ ക്രിസ്ത്യാനികളും കത്തോലിക്കരുടെ ഇടയിൽ പോലും ഇതാണ് അലങ്കാരം. ആൻഡ് ദേ കൺസിഡർ ദിസ്. അൺഫോർച്ചുനേറ്റ് ആണ്, വേദനാജനകമാണ്, വിഷമകരമാണ്, പറയാണ്ട് നിവൃത്തിയില്ല. അത് വചനം പറയുന്നത് കൊണ്ട് എനിക്ക് ധൈര്യമായിട്ട് എടുത്തു പറയാം. ഈ വചനത്തിൽ പത്രോസ്ലീഹ ഇത് പറയാണ്ട് ഞാൻ പറഞ്ഞിരുന്നെങ്കിൽ ഷുവർ ആണ് എന്നെ ക്രൂശിച്ചിരിക്കും. കുടുംബത്തിലുള്ളവർ മുതൽ എവിടെയുള്ളവർ വരെയും
കുറ്റപ്പെടുത്തി ഒറ്റപ്പെടുത്തി ഫെമിനിസ്റ്റുകൾ ഉൾപ്പെടെ മുമ്പിൽ വന്ന് ക്രൂശിച്ചിരിക്കും. ഗ്യാരണ്ടിയാണ്. ഇത് വചനത്തിൽ പറയണോണ്ട് ബൈബിളിൽ ഉണ്ട്, അതുകൊണ്ട് ഒന്ന് അടങ്ങും. എങ്കിലും എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ പലർക്കും ദഹിക്കില്ല. പിന്നെയോ ദൈവസന്നിധിയിൽ വിശിഷ്ടമായ സൗമ്യവും ശാന്തവുമായ ആത്മാവാകുന്ന അനശ്വരരത്നം അണിഞ്ഞ ആന്തരിക വ്യക്തിത്വം. ദൈവത്തിന്റെ മുമ്പിലും സഭയുടെ മുമ്പിലും വേണ്ടത് ഇത് മാത്രമേ ഉള്ളൂ. വിശിഷ്ടമായ ദൈവസന്നിധിയിൽ. അപ്പൊ മനുഷ്യ സന്നിധിയിൽ ഇപ്പൊ നമുക്ക് ഈശോയുടെയും നാബയോഹനാന്റെയും കാര്യങ്ങൾ, അവര് ദൈവത്തിന്റെ മനുഷ്യരുടെയും പ്രീതിയിൽ, അത് ഈശോയുടെ ഇതിൽ എടുത്തുകൊണ്ട് മനുഷ്യരുടെയും ദൈവത്തിന്റെ പ്രീതിയിൽ വളർന്നു വന്നു എന്നുള്ളത്. അപ്പൊ ദൈവസന്നിധിയിൽ വിശിഷ്ടമായ സൗമ്യം എന്ന് പറഞ്ഞാൽ അത് വേണമെന്നുണ്ടെങ്കിൽ ഭൂമിയിൽ അതിൽ കൂടുതൽ മറ്റുള്ളവരോട് നമ്മൾ കാണിക്കും. സൗമ്യത, ശാന്തത. അപ്പൊ ഇതാണ് അലങ്കാരം. ഇത് വന്നാൽ തന്നെ ഞാൻ വേണമെങ്കിൽ എഴുതി ഒപ്പിട്ട് തരാം. ഐ ഹാവ് 100% ഗ്യാരണ്ടി. രക്തത്തിന് വേണമെങ്കിൽ ഒപ്പിടാം. 90% ഓഫ് ദ ഫാമിലി പ്രോബ്ലം റിസോൾവ്. ഈ ദൈവസന്നിധിയിൽ വിശിഷ്ടമായ സൗമ്യവും ശാന്തവുമാകുവായ ആത്മാവാകുന്ന അനശ്വര രത്നം, അനശ്വര രത്നം, ഇറ്റേണൽ ജെം, ഇറ്റേണൽ പേൾ, ഇറ്റേണൽ ജ്വൽ അണിഞ്ഞ ആന്തരിക വ്യക്തിത്വം, ദ ഇന്റീരിയർ പേഴ്സണാലിറ്റി. കർത്താവിന് ഇതാണ് വേണ്ടത്. ഭൂമിയിലുള്ളവർക്ക് അതായിരിക്കില്ല വേണ്ടത്. ഒരുപക്ഷെ ജീവിത പങ്കാളിക്ക്, കുടുംബത്തിലുള്ളവർക്ക് അതായിരിക്കില്ല വേണ്ടത്. ദൈവത്തിന് ഇതാണ് വേണ്ടത്. ആരടിവരയിട്ട് പറഞ്ഞു? നമ്മുടെ ആദ്യത്തെ മാർപ്പാപ്പ കൃത്യമായി എഴുതി വെച്ച ലേഖനത്തില് എ ക്ലിയർ ഇൻസ്ട്രക്ഷൻ ഫോർ എ മാരീഡ് കാത്തലിക് കപ്പിൾ. ദൈവത്തിൽ പ്രത്യാശ വെച്ചിരുന്ന, ശ്രദ്ധിച്ചു കേൾക്കുക, മനുഷ്യനിലോ ഭൂമിയിലുള്ളവരിലോ മറ്റുള്ളവരിലോ, മറ്റുള്ളവർ എന്ത് പറയും, മറ്റുള്ളവർ എന്ത് വിചാരിക്കും, അതിലല്ല, ദൈവത്തിൽ പ്രത്യാശ വെച്ചിരുന്ന വിശുദ്ധ സ്ത്രീകൾ മുമ്പ് പത്രോസ് ഇത് പറയുമ്പോൾ ഇറ്റ് ഇസ് മച്ച് ബിഫോർ എന്നാണ് പറയുന്നത്. അപ്പൊ ക്രിസ്തുവിന് ശേഷം എത്ര കൂടുതലായിരിക്കേണ്ടതാണ്, എവിടെയാണ്, അങ്ങനെയാണോ? നമ്മൾ വ്യക്തിപരമായി, ജനറലി സമൂഹപരമായി എടുത്താലും അൺബിലീവബിൾ ആണ്. ഇതൊരു അച്ഛൻ ഇതിനെപ്പറ്റി ആഴമായി പറഞ്ഞ് പ്രസംഗിച്ചിട്ട് അച്ഛനെതിരെ തിരിഞ്ഞ മാതാപിതാക്കളുടെ സംഭവങ്ങൾ എനിക്കറിയാം. മക്കള് അതുപോലെ നടന്നിട്ട് അത് മക്കളെ തിരുത്തി വസ്ത്രധാരണവും ആഭരണവും കണ്ട് അത് ഒരച്ഛൻ വിളിച്ചു തിരുത്തിയപ്പോ അപ്പനും അമ്മയും പോയി അച്ഛനെ വഴക്ക് പറഞ്ഞ് ചീത്ത പറഞ്ഞ് അച്ഛനെതിരായി നിന്ന സംഭവം കേരളത്തിൽ, ഈ എറണാകുളത്ത് നടന്ന സംഭവം എനിക്ക് വ്യക്തമായിട്ട് അറിയാം. അച്ഛൻ വിഷമിച്ച് നാണം കെട്ടുപോയി. അതായത് തിരുത്തി കൊടുത്തതിനാണ് ഈ കാര്യങ്ങൾ പറഞ്ഞ. പ്രത്യേകിച്ച് വസ്ത്രധാരണമായിരുന്നു. വളരെ മോശമായിട്ട് വസ്ത്രം ധരിച്ചു വന്നപ്പോ തിരുത്തി കൊടുത്തതാണ്. അപ്പോ ബാക്കിയുള്ള കാര്യങ്ങൾ പറയണ്ട. ഞാനും ചെറുതായിട്ട് വസ്ത്രധാരണത്തിന്റെ കാര്യത്തിൽ കാറ്റീസം പഠിപ്പിച്ച സമയത്ത് ഞാൻ ഓർക്കുന്നുണ്ട്, ഒരു തിരുത്തൽ കൊടുത്തതിന് മാതാപിതാക്കൾ വന്നില്ലെങ്കിലും മറ്റ് അവരുടെ സഹോദരങ്ങളിൽ നിന്ന് കേൾക്കേണ്ടി വന്നിട്ടുണ്ട്. ഇതൊക്കെ സ്വാഭാവികമാണ്. സത്യത്തിന് വേണ്ടി നിന്നാൽ, വചനം നമ്മൾ കീറി മുറിച്ച് പച്ചയ്ക്ക് അങ്ങോട്ട് പറഞ്ഞു കൊടുത്താൽ അടി എപ്പ കിട്ടും ഉറപ്പാണ്. അത് ആത്മീയമാകാം, മാനസികത, അത് കർത്താവിന് വേണ്ടി ചെയ്യുമ്പോൾ അങ്ങനെയാണത്. അപ്പൊ ദൈവത്തിൽ പ്രത്യാശ വെച്ചിരുന്ന വിശുദ്ധ സ്ത്രീകൾ മുമ്പ് ഇപ്രകാരം തങ്ങളെ തന്നെ അലങ്കരിച്ചത് ആത്മീയ അണിഞ്ഞ്, അതായത് അനശ്വരത്നം അണിഞ്ഞ ആന്തരിക വ്യക്തിത്വമാണ് അവര് അലങ്കരിച്ചത്. തങ്ങളുടെ ഭർത്താക്കന്മാർക്ക് വിധേയരായിരിക്കുകയും ചെയ്തിട്ടുണ്ട്. ഈ പത്രോസ്ലീഹ എന്തിനു എടുത്തു പറയുന്ന ഭർത്താക്കന്മാർക്ക് വിധേയരായിരിക്കും? മെനി ടൈംസ് നമ്മൾ ഇന്നലെ കണ്ടു, ഹസ്ബൻഡ് എന്ന് പറയുന്ന ആൾ ക്യാൻ ബി എ മോൺസ്റ്റർ. ഞാൻ ഇന്നലെ എലിസബത്ത് കാനോറി മോറയുടെ ഹസ്ബൻഡിന്റെ ആ കാര്യം ഞാൻ വായിച്ചപ്പോ ഞാൻ ഉറപ്പിച്ചു പറഞ്ഞു, ഹീസ് എ മോൺസ്റ്റർ. ഒരു മനുഷ്യനല്ല, മൃഗമാണ്, മൃഗം, വന്യജീവി, മോൺസ്റ്റർ. എങ്ങനെ ഒരു സ്ത്രീയോട് ഇങ്ങനെ പെരുമാറാൻ സാധിക്കും? എങ്ങനെ? അത് ഭാര്യ, അത് ഒരു മനുഷ്യനോട് കണ്ണിച്ചോരയില്ലാത്ത മനുഷ്യനല്ല, അതുപോലെ അത്രയും മോൺസ്റ്റർ. ഞാൻ പലപ്പോഴും ഉപയോഗിച്ചിട്ടുള്ള വാക്ക്, എനിക്ക് ആ
മനുഷ്യന്റെ കാര്യങ്ങൾ കേൾക്കുമ്പോൾ ഈസ് എ മോൺസ്റ്റർ, ഈസ് നോട്ട് എ മാൻ. മനുഷ്യനല്ല, മൃഗം, മൃഗീയ ദുഷ്ട ജന്തു എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ആ ആളെ ഈ പറഞ്ഞ കാര്യങ്ങൾ കൊണ്ടാണ് എലിസബത്ത് കാനോറിമോറ മാനസാന്തരപ്പെടുത്തി കാലില് വീണ് മാപ്പ് പറഞ്ഞ് കുമ്പസാരിച്ച് ഏറ്റുപറഞ്ഞ് മരിക്കാൻ ഇടയാക്കി. അത് എലിസബത്ത് കാനോറിമോറ ഈ കാര്യങ്ങൾ ചെയ്തുകൊണ്ട് 100% അതിന് ഈ വചനത്തിന് സാക്ഷിയാണ് ജീവിച്ച ദൈവം. അതുകൊണ്ട് നമുക്ക് ഈ മരിച്ചു കഴിയുമ്പോൾ ഒന്നിനും ഒഴിവില്ല. ദൈവത്തിന് മുമ്പിൽ വിധിക്കപ്പെടാൻ നിൽക്കുമ്പോൾ കർത്താവിന് പ്രൂഫ് ഇങ്ങനെ നിരന്ന് നിൽക്കുക സ്വർഗത്തില്. എനിക്ക് എക്സെപ്ഷൻ നമ്മൾ ചോദിക്കുമ്പോൾ പറയും, ദേ ഇവിടെ ഒരാളുണ്ട്, ദേ ഇവിടെ ഒരാളുണ്ട്, ദേ അവിടെ ഒരാളുണ്ട്, വേർ ഈസ് പ്രൂഫ്. അയ്യോ കർത്താവ് എനിക്കത് പറ്റിയില്ല എന്ന് പറയുമ്പോൾ എങ്കിലും നമ്മൾ അവിടുത്തെ കരുണയിൽ കർത്താവ് കാരുണ്യം കാണിക്കും എന്നുള്ള പ്രതീക്ഷയിൽ നമ്മൾ എപ്പോഴും നിൽക്കുമെങ്കിലും ജസ്റ്റിഫിക്കേഷൻ, നീതീകരണത്തിന് വകുപ്പില്ല നമ്മൾ മരിച്ച് ആത്മാവ് കഴിയുമ്പോൾ. കാരണം എല്ലാത്തിനും ഈ പറഞ്ഞ വചനത്തിനനുസരിച്ച് ജീവിച്ചവരിങ്ങനെ എടുത്തെടുത്ത് കാണിച്ചു തരാൻ കർത്താവിന് സ്വർഗത്തിലെ ആൾക്കാർ. അപ്പോ ഇത് കഴിഞ്ഞിട്ട് പത്രോസ്ലീഹ ഭാര്യ, ഇത് ചിലവര് ഇന്നത്തെ പുരോഗമനവാദികൾ ഇറ്റ് വാസ് ടു മച്ച്, അതായത് സ്ത്രീകളെ താഴ്ത്തിക്കെട്ടാനാണ് പത്രോസ്ലീഹ എഴുതിയെന്ന് പറയുന്ന ആൾക്കാർ വരെയാണ് വചനത്തിന് പോലും. അപ്പോ കത്തോലിക്ക സഭയുടെ ഉള്ളിലാണ് കേട്ടോ, ഞാൻ പുറത്ത് കാര്യമല്ല പറയണ, ഫെമിനിസ്റ്റ് ചിന്താഗതികൾ ഉള്ളവർ. ഇനി അവസാനം, ഇങ്ങനെ തന്നെ ഭർത്താക്കന്മാരെ നിങ്ങൾ വിവേകത്തോടെ നിങ്ങളുടെ ഭാര്യമാരോടൊത്ത് ജീവിക്കുവിൻ. അപ്പൊ അവരെയും വെറുതെ വിട്ടിട്ടില്ല പത്രോസ്ലീഹ. സ്ത്രീ ബലഹീന പാത്രമാണെങ്കിലും ജീവദായമായ കൃപയ്ക്ക് തുല്യ അവകാശി എന്ന നിലയിൽ അവളോട് ബഹുമാനം കാണിക്കുവിൻ. ബഹുമാനം, റെസ്പെക്ട്, അത് പത്രോസ്ലീഹ എടുത്തു പറയുന്നുണ്ട്. മാൻ ഷുഡ് റെസ്പെക്ട് ദ വൈഫ്. ഇത് നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് തടസ്സമുണ്ടാകാതിരിക്കാൻ വേണ്ടിയാണ്. ഇനി അതിനെ വേറെ രീതിയിൽ വ്യാഖ്യാനിക്കുന്നുണ്ട്. അപ്പൊ നമ്മൾ അതിലേക്ക് പോകുന്നില്ല, നമ്മുടെ സമയം ഓൾറെഡി അപ്പൊ അടുത്ത ഭാഗത്ത് പറയുന്നത്, നിങ്ങൾ എല്ലാവരും ഹൃദയം, പിശാച് ഒരു കുടുംബ ജീവിതത്തിലും സന്യസ്ത ജീവിതത്തിലും ഏത് ജീവിതത്തിലും പിശാചിന് സഹിക്കാൻ പറ്റാത്ത ഒന്നാണ് ഹൃദയ ഐക്യം, അനുകമ്പ, സഹോദര സ്നേഹം, കരുണ, വിനയം. ഇത് ഉള്ളവരായിരിക്കുന്നതാണ് അടുത്ത വചനത്തിൽ പത്രോസ്ലീഹ നമ്മൾ പറയുന്നത്. സഹോദര സ്നേഹം തിന്മയ്ക്ക് പകരം, തിന്മ പകരം കൊടുക്കാതെ അനുഗ്രഹിക്കുവിൻ, അനുഗ്രഹിക്കുവിൻ, അനുഗ്രഹിക്കുവിൻ. അനുഗ്രഹം അവകാശമാക്കുന്നതിന് വേണ്ടി വിളിക്കപ്പെട്ടവരാണല്ലോ നിങ്ങൾ. ഞാൻ അവിടെ ഇനി മുന്നോട്ട് പോകുന്നില്ല. അനുഗ്രഹിക്കുക, ഇവിടെയാണ് ഞാൻ ഇതിലെ അപ്പനും അമ്മയ്ക്കും ഭാര്യയ്ക്കും ഭർത്താവിനും പരസ്പരം അനുഗ്രഹിക്കാൻ ദൈവം കൊടുത്തിട്ടുണ്ട്. പ്രത്യേകിച്ച് ഭാര്യ ഭർത്താവിനെ അനുഗ്രഹിക്കാൻ, അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കാൻ ഏത് അധികാരത്തിൽ? വിവാഹം എന്ന കൂദാശ സ്വീകരിച്ച അധികാരത്തിൽ. ഇവിടെയാണ് വിവാഹത്തിന്റെ മഹനീയത നമ്മൾ അറിയേണ്ടത്. പലർക്കും അറിയില്ല. ഞാൻ ഓർക്കുകയായിരുന്നു, ഈ കല്യാണം നടക്കുമ്പോൾ പലരോടും ഞാൻ ചോദിച്ചിട്ടുണ്ട്, എപ്പോഴാണ് വിവാഹം നടക്കുക? പലർക്കും തിരുത്തി കൊടുത്തിട്ട് നമ്മുടെ ഇവിടെ എപ്പോഴും താലി കെട്ടുമ്പോൾ, അത് നമ്മുടെ ഇവിടുത്തെ അക്രൈസ്തവ വിജാതീയ പാരമ്പര്യത്തെ നമ്മൾ കട്ടെടുത്ത് അല്ലെങ്കിൽ നമ്മളെ എടുത്ത് ഇങ്ങോട്ട് ചേർത്ത് വെച്ചൊരു സംഭവം. അപ്പൊ ആദ്യമൊന്നും ഇതിന്റെ അർത്ഥവും കാര്യങ്ങളൊന്നും അറിയാത്തതുകൊണ്ട് അതിന്റെ വഴിക്കൊക്കെ പോയി. ഇപ്പോൾ ഇതിന്റെ ഓരോന്നിന്റെ അർത്ഥവും വ്യാപ്തി മനസ്സിലാക്കിയപ്പോഴാണ് പലപ്പോഴും വീട്ടിൽ പോലും ബന്ധുക്കളുടെ ഇടയിൽ എല്ലാവരുടെ ഇടയിൽ പറയുമ്പോഴും എപ്പോഴും തിരിച്ച് വേറെ രീതിയിൽ ഉത്തരങ്ങളെ കിട്ടുള്ളൂ. പക്ഷെ പറയേണ്ടത് കടമയാണ്, കാരണം സത്യമാണ്. സത്യത്തിന് വേണ്ടി നിൽക്കുമ്പോൾ സത്യം പറഞ്ഞേ പറ്റൂ. അപ്പോ ഇതൊക്കെ വിജാതീയ ആചാരങ്ങൾ, ആ പേരുകൾ തന്നെ നമ്മൾ വിവാഹത്തിന് മന്ത്രകോടി, താലി, ഫോട്ടോഗ്രാഫർ, ഒരു കല്യാണം നടക്കുമ്പോൾ എല്ലാവരും ഇത് ചെയ്യുമ്പോഴാണ് എല്ലാവരുടെയും ശ്രദ്ധ, ഫോക്കസ്, വീഡിയോ എല്ലാവരും ശ്രദ്ധിക്കുന്നത്. ഇതല്ല വിവാഹം. വിവാഹം അവിടെ വെച്ച് നടക്കുന്നില്ല. നിങ്ങളൊരു പള്ളിയിൽ കുർബാനയുടെ ഇടയിൽ ഇത് മുഴുവൻ ചെയ്താലും വിവാഹ വ്രത വാഗ്ദാനം കൂദാശയായി രണ്ടുപേര് ഒരുമിച്ച് എടുത്തില്ലെങ്കിൽ അവിടെ വിവാഹം നടന്നിട്ടില്ല.
അവിടെ നിങ്ങൾ മോതിരം കൈമാറിയാലും കൊള്ളാം, മന്ത്രോടി ഉടുപ്പിച്ചില്ലേലും കൊള്ളാം, താലി കെട്ടിയാലും കെട്ടിയില്ലേലും കൊള്ളാം, എന്തൊക്കെ തകർന്ന് അവിടെ കാണിച്ചാലും, എന്തൊക്കെ പുറമോടി ഇട്ട് അവിടെ കാണിച്ചാലും, വിവാഹ വ്രത വാഗ്ദാനം, ഈ വാക്ക് കേട്ടിട്ടുണ്ടാവില്ല, പലപ്പോഴും ഉപയോഗിക്കാത്തൊരു വാക്കാണ്, വൈദികര് പോലും ചിലപ്പോൾ പലപ്പോഴും പറയാത്തൊരു വാക്കാണ്. രണ്ടുപേർ ഒരുമിച്ച് കർത്താവ് സ്ഥാപിച്ച 7 കൂദാശയുടെ ഒരുമിച്ച് ഏറ്റു പറയുന്ന വിവാഹവ്രത വാഗ്ദാനവും ആ വാക്കുകളും. ഇന്ന് മുതൽ മരണം വരെ സന്തോഷത്തിൽ ദുഃഖത്തിലും, ദാറ്റ് ഈസ് മാരേജ്, അതാണ് വിവാഹം. ഇപ്പോൾ അത് ചില സ്ഥലങ്ങളിൽ മുട്ടുകുത്തിയൊക്കെ ചെയ്യിക്കുന്നുണ്ട്. മനോഹരം, വളരെ മനോഹരം, എക്സലന്റ്. അതിനെ ഞാൻ കൂടുതൽ അനുമോദിക്കുന്നേ ഉള്ളൂ. അത് ഓരോ രീതിയിലും ഓരോ രീതിയിലും പെട്ട അവിടുത്തെ രീതികളായിരിക്കാം. അതായത് മോതിരം മാറുന്നത് വെറും ഒരു ബാഹ്യ അടയാളമാണ് വിവാഹത്തിന്. താലി കെട്ടുന്നത് വിജാതീയ പാരമ്പര്യം നമ്മൾ ഇങ്ങോട്ട് എടുത്ത് പിടിപ്പിച്ച് അവസാനം അതിനകത്ത് ഒരു കുരിശ് ഉരുട്ടി കുറെ അർത്ഥങ്ങളൊക്കെ ചേർത്ത് പിടിപ്പിച്ചതുകൊണ്ടാണ്. സാരി ഇതിലൊന്നുമല്ല. പുരുഷനും സ്ത്രീയും, അപ്പൊ സീറോ മലബാർ റീത്തിൽ ചിലപ്പോ രണ്ടുപേരുടെയും കൈ ബൈബിളിനോട് ചേർത്താണ് പിടിപ്പിക്കുന്നത്. ഔദ്യോഗികമായി സഭ പഠിപ്പിക്കുന്നത് രണ്ടുപേരും കൈ ചേർത്ത്, പുരുഷനും സ്ത്രീയും കൈ ചേർത്ത് പിടിച്ചുകൊണ്ട് എടുക്കുന്ന വാഗ്ദാനം. എത്ര പേര് ആ വാഗ്ദാനം വീണ്ടും ചൊല്ലിയിട്ടുണ്ട്. ഞാൻ ഇത്തവണ ബ്രസീലിൽ പോയപ്പോൾ ഒരു ദിവസം പള്ളിയിൽ ഇരുന്നപ്പോൾ ഇതിന് മനോഹരമായ ഒരു കാര്യം കണ്ടു. അച്ഛൻ വേറൊരു പുസ്തകം എടുത്തുകൊണ്ട് 25 വർഷം വിവാഹം ചെയ്ത് വാർഷികം ആഘോഷിക്കുന്നവർക്ക് അവർക്ക് വേണ്ടി നടത്തി കുർബാന. അച്ഛൻ അവരെ ഓൾട്ടറിലേക്ക് വീണ്ടും വിളിച്ചിട്ട് അച്ഛൻ അതേപടി കയ്യമടി ചേർത്ത് പിടിക്കാൻ പറഞ്ഞു. എനിക്കത് വളരെ ഇഷ്ടപ്പെട്ടു. എക്സലന്റ്. എന്നിട്ട് അവർ പറഞ്ഞു, രണ്ടുപേരും വിവാഹത്തിനെടുത്ത ചിന്തയും തീരുമാനങ്ങളും എടുത്തുകൊണ്ട് ആ വ്രതവാഗ്ദാനം ഹൃദയത്തിൽ നവീകരിക്കണം. അച്ഛൻ എന്നിട്ട് ചൊല്ലി വരെയും കൊടുത്തു, നവീകരിക്കാൻ വ്രതവാഗ്ദാനം. ഇറ്റ്സ് ബ്യൂട്ടിഫുൾ. എന്റെ വ്യക്തിപരമായ അഭിപ്രായത്തിലും ആഗ്രഹത്തിലും ഞാൻ പറയും, ദിവസവും പറ്റുമെങ്കിൽ എവ്രി ഡേ, ഏറ്റവും കുറഞ്ഞത് എവ്രി സൺഡേ ഹസ്ബൻഡ് ആൻഡ് വൈഫ് ഷുഡ് ഡു ദാറ്റ്. അപ്പോൾ തന്നെ പിശാച് ആ കുടുംബത്തിൽ നിന്നാണ് തകർച്ചയുടെ പകുതി കാര്യവും തകർക്കപ്പെടാൻ നമുക്ക് പറ്റും. പകുതി കാര്യം ഈ ഒരു സംഭവം നടത്തിയാൽ, ഈ വാഗ്ദാനം ആവർത്തിച്ചാൽ, ഇന്ന് മുതൽ ദാറ്റ് ഈസ് മാരേജ്, അതാണ് കൂദാശ, അതാണ് വിവാഹം. മറ്റൊന്നും അല്ല ഇതിന് വിവാഹം ആക്കുന്നത്. ഒരു കൂദാശയെ പവിത്രീകരിക്കുന്നത് ഈ വ്രതവാഗ്ദാനം. അവർ ഒരുമിച്ച് ചെല്ലുന്നത്, സമ്മതം, പരസ്പരം സമ്മതം മൂളുന്നു, അതിനുശേഷം ചെല്ലുന്ന പ്രാർത്ഥന. ഈ ഒരു ഉദാഹരണത്തോടെ നമുക്ക് നിർത്താം. ബോസ്നിയ ഹെർസഗോവിയ എന്ന രാജ്യത്ത് അവിടുത്തെ ഒരു ഗ്രാമത്തിൽ ഇപ്പോഴും പറയപ്പെടുന്നത് there is no divorce. അവിടെ ഇപ്പോഴും ഇല്ലാത്തൊരു സംഭവമാണ്. കുടുംബത്തിൽ വേർപിരിയുന്നില്ല. ഭാര്യയും ഭർത്താവും തല്ലു പിടിച്ചാലും വഴക്കുണ്ടാക്കിയാലും പ്രശ്നം ഉണ്ടാക്കിയാലും അവിടെ ഒരിക്കലും കേൾക്കാത്ത ഒരു സംഭവമാണ് ഡൈവോഴ്സ് എന്ന് എടുത്തു പറഞ്ഞിരിക്കുന്നു. അതിന്റെ കാരണം അന്വേഷിച്ചപ്പോഴാണ് അവിടെ മിഷണറിയായി വന്ന വൈദികൻ തുടങ്ങി വെച്ച ഒരു സംഭവമാണ്. അദ്ദേഹം വിവാഹം എന്ന കൂദാശ സ്വീകരിക്കുമ്പോൾ, നമുക്കറിയാം വിവാഹം എന്ന കൂദാശ സ്വീകരിക്കാൻ കുർബാന നിർബന്ധമല്ല ഔദ്യോഗികമായിട്ട്. അപ്പൊ പലർക്കും അത് ചിലപ്പോൾ ഒരു പുതിയ അറിവായിരിക്കും. പരിശുദ്ധ കുർബാന നിർബന്ധമല്ല വിവാഹം എന്ന കൂദാശ. ഈ പറഞ്ഞ കാര്യമാണ് നിർബന്ധം. കൈ ചേർത്ത് പിടിച്ച് അത് ബ്ലസ് ചെയ്യാൻ ഒരു ഡീക്കനാണെങ്കിലും മതി എന്ന് പറയാം. കാരണം ഇവര് രണ്ടുപേരും ഏറ്റു ചൊല്ലുന്ന പ്രാർത്ഥനയാണ് അവിടെ കൂദാശയാക്കി അതിനെ നമ്മൾ ഇന്നലെ പറഞ്ഞല്ല വെൽഡ് ചെയ്ത് ഒരുമിപ്പിക്കുന്ന വ്രത വാഗ്ദാനം. ഒരു പുരോഹിതൻ തിരുപ്പട്ടം സ്വീകരിക്കുമ്പോൾ അദ്ദേഹം എടുക്കുന്നത് ഒരു ഒറ്റയ്ക്കാണ്, ക്രിസ്തുവിനോടുള്ള പ്രതി ക്രിസ്തുവിനോടുകൂടെ. പക്ഷെ ഇവിടെ ഒരു പുരുഷനും സ്ത്രീയും ഒരുമിച്ച് ക്രിസ്തുവിനോടുകൂടെ, ക്രിസ്തുവിൽ തന്നെ, ക്രിസ്തുവിനോടൊപ്പം, ക്രിസ്തുവിന് വേണ്ടി ആണ് ഈ വ്രതവാഗ്ദാനം എടുക്കുന്നത്. തിരുക്കുടുംബം, നമുക്കറിയാം ക്രിസ്തു അവിടെ ഉണ്ടെങ്കിൽ തിരുക്കുടുംബത്തെ കൂട്ടിച്ചേർത്ത് പിടിച്ച് വേണം ഇത് മുന്നോട്ട് പോകാൻ. ഇനി ഞാൻ ഈ പറഞ്ഞ കാര്യം, ബോസ്നിയ ഹെർസഗോവിയയില് ഈ സ്ഥലത്ത് ഒറ്റ ഡൈവേഴ്സ് ഇല്ല. അതിന് കാരണം ഈ അച്ഛന്റെ പേര് അച്ഛൻ മിഷണറി ആയിട്ട് വന്നപ്പോൾ അച്ഛന്റെ വലിയ ഇതായിരുന്നു കുടുംബ ജീവിതം. ആ ഒരു വില്ലേജിന് മാത്രം കുടുംബ ജീവിതം ശിഥിലമാകാനുള്ള എല്ലാ സാധ്യതകളുള്ള ഒരു സ്ഥലം അച്ഛനെ
കുർബാന ചെല്ലുന്നത്. അപ്പൊ നമ്മൾ ഈ കുർബാന എന്തുകൊണ്ട് നിർബന്ധമാക്കി എന്ന്, കൂദാശ സ്വീകരിക്കുന്നു. എല്ലാ കൂദാശകളും സ്വീകരിക്കും കുർബാന, കാരണം എല്ലാ കൂദാശകളുടെയും കൂദാശയായ പരിശുദ്ധ കുർബാന, കൂദാശകളുടെ ദാതാവ് തന്നെ സ്വയം ബലിയായി നൽകുന്ന കൂദാശയാണ് പരിശുദ്ധ കുർബാന. അതുകൊണ്ടാണ് ഏറ്റവും ശ്രേഷ്ഠമായ കൂദാശ പരിശുദ്ധ കുർബാന. അതിന്റെ ഉള്ളിൽ ഈ വിവാഹം നടത്തുകയും ഈ കൂദാശ സ്വീകരിക്കുകയും ഈ കൂദാശ സ്വീകരിച്ചവർ വിശുദ്ധിയോടെ അത് സ്വീകരിച്ച് ഈശോയെ സ്വീകരിച്ചുകൊണ്ട് കുർബാനയിൽ ബലിയായി ഈശോയോട് ചേർന്ന് തങ്ങളുടെ വ്രതമെടുത്ത് ബലിയായി സമർപ്പിക്കാൻ വേണ്ടിയാണ്. ഇതിനാണ് ഇത്ര മനോഹരമായ സഭ കുർബാനയുടെ ഉള്ളില് ഇപ്പോ നമുക്ക് ചെയ്യുന്നത്. അതിപ്പോഴും പാരമ്പര്യമായിട്ട് തുടരുന്നു. പലർക്കും അത് എന്തിനാണ് ചെയ്തതെന്ന് പോലും അറിയില്ല. ഇതാണ് എനിക്ക് വേണ്ടി ബലിയായ ക്രിസ്തുവിനോട് ചേർന്ന് ആ ക്രിസ്തുവിനെ സ്വീകരിച്ച് ആ ക്രിസ്തുവിനോട് കൂടെ പരസ്പരം ഒന്നിച്ച് എടുക്കുന്ന തീരുമാനത്തിൽ ഒരുമിച്ച്, അവിടെ ആ തീരുമാനം വ്രത വാഗ്ദാനത്തിന് തുല്യമാണ്. അതാണ് ഇറ്റ്സ് എ കവനന്റ്. ഇനി ഈ സ്വീകരിക്കുന്ന സമയത്ത് ഈ അച്ഛൻ ബോസ്നിയ ആ ഗ്രാമത്തിൽ ചെയ്തു വെച്ചത് ഇതാണ്. ഇവരുടെ ഒരു കയ്യിലേക്ക് ഒരു കുരിശ് കൊടുക്കും. അപ്പൊ ഈ കൈ ചേർത്ത് പിടിപ്പിക്കുന്നതിന് മുമ്പ് ആദ്യം ഒരു കുരിശ്, എന്നിട്ട് രണ്ടുപേരുടെയും കൈ കുരിശുമോട് ചേർത്ത് പിടിപ്പിക്കും. എന്നിട്ട് അച്ഛൻ പറയും, ഇന്നു മുതൽ ഇവൾ നിന്റെ കുരിശാണ്, നീ സ്വീകരിക്കുന്നുവോ? ആദ്യം നമുക്കറിയാവുന്നത് പേര് വിളിച്ചിട്ട് ഇന്ന ആളുടെ മകൻ ഇന്ന വീട്ടില് നീ ഭാര്യയായിട്ട് സ്വീകരിക്കുന്നു, ഭർത്താവായിട്ട് സ്വീകരിക്കുന്നു, നോർമൽ, അതെല്ലാം നടന്നു കഴിഞ്ഞു. അത് കഴിയുമ്പോ അച്ഛൻ പറയുന്ന, ഇന്നു മുതൽ ഇവൾ നിന്റെ കുരിശാണ്, നീ ഇവളെ സ്വീകരിക്കുന്നു. അപ്പൊ വരൻ പറയും, ഉവ്വ സ്വീകരിക്കുന്നു, ക്രിസ്തുവിനെ പ്രതി ഞാൻ സ്വീകരിക്കുന്നു. അവസാനം വധുവിനോട് അച്ഛൻ ചോദിക്കും, ഇന്നു മുതൽ ഇവൻ നിന്റെ കുരിശാണ്, നീ ഇവനെ സ്വീകരിക്കുന്നു. നിങ്ങൾക്ക് വേണ്ടി മരിച്ച ക്രിസ്തുവിനെ പ്രതി നിങ്ങൾ ഈ ക്രിസ്തുവിലൂടെ ഒന്നായി നിങ്ങൾ പരസ്പരം കുരിശ്. അപ്പോ ഈ ഒരു കാര്യം നമ്മൾ ഓർക്കുക. ആ സ്വീകരണമാണ് ദൈവം ആഗ്രഹിക്കുന്നത്. കുരിശായി സ്വീകരിക്കുന്നു ഭാര്യയും ഭർത്താവും. എന്നിട്ട് ഈ അച്ഛൻ പറഞ്ഞു കൊടുത്തത്, ഈ കുരിശ് ഇവർക്ക് സമ്മാനമാണ്. ഇവര് വീട്ടിൽ ചെന്ന് ഇവരുടെ കിടപ്പ് മുറിയിൽ ഈ കുരിശ് തൂക്കിയിടണം. എല്ലാ ദിവസവും കിടക്കുന്നതിന് മുമ്പ് ഈ കുരിശിന്റെ മുമ്പിൽ പോയി മുട്ടുകുത്തി നിന്നോ അല്ലെങ്കിൽ ഒരുമിച്ച് കൈ ചേർത്ത് പിടിച്ച് ഈ കുരിശിന്റെ മുമ്പിൽ എടുത്ത വാഗ്ദാനം ഓർക്കുക. അന്ന് വന്നുപോയ തെറ്റുകൾക്ക് പരസ്പരം മാപ്പ് പറഞ്ഞ് ക്ഷമിച്ച് പുറത്തിട്ട് വേണം നിങ്ങളുടെ കിടക്കയിൽ പോയി കിടന്നുറങ്ങാൻ എന്ന് വ്യക്തമായി. അത് നല്ലൊരു ഇൻസ്ട്രക്ഷൻ, വളരെ മനോഹര. അപ്പൊ അവിടുത്തെ മക്കളും പിന്നീടുള്ള തലമുറക്കാരൊക്കെ മുഴുവൻ കണ്ടുവരുന്ന എന്താ, അപ്പനും അമ്മയും വഴക്കും പ്രശ്നങ്ങളും, അവിടെ ഒന്നും പ്രശ്നങ്ങളില്ല, there have problem. പക്ഷെ അനുദിനം പരിഹരിച്ച് മാപ്പ് പറഞ്ഞ് അവര് കൈ ചേർത്ത് പിടിച്ച് പ്രാർത്ഥിച്ച് കണ്ടു വളരുന്ന മക്കൾ, they follow the same thing. അവരുടെ ജീവിതത്തിലും പ്രശ്നം ഉണ്ടാകുമ്പോൾ അന്ന് തന്നെ ആ വഴക്ക് തീർത്ത്, വഴക്കുണ്ടാകും, അവസാനം കൈ ചേർത്ത് പിടിച്ച് പരസ്പരം മാപ്പ് പറയും, ഏറ്റുപറയും. ആ കുരിശിന്റെ മുമ്പിൽ പോയി, ഏത് കുരിശിലൂടെയാണോ അവർ കൈ ചേർത്ത് പിടിച്ച് ഒരുമിപ്പിച്ചത്, ആ കുരിശിന്റെ മുമ്പിൽ പോയി മാപ്പ് പറഞ്ഞ് ക്ഷമിച്ച് പുറത്ത്. ബ്യൂട്ടിഫുൾ. അത് വായിച്ചപ്പോ ഏകദേശം കണ്ണു നിറയുന്ന വിധത്തിലായിരുന്നു. ഇറ്റ് ഈസ് ബ്യൂട്ടിഫുൾ. ദൈവമേ, ഇതുപോലെ സംഭവം നമ്മുടെ നാട്ടിലും എല്ലായിടത്തും സഭയിലും മുഴുവൻ വരണമേ എന്ന് ഞാൻ ഹൃദയം കൊണ്ട് പ്രാർത്ഥിച്ചു പോയി. ഇനി അതിനോട് ചേർത്ത് വെക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു, ആ വ്രതവാഗ്ദാനം കൂടെ ആ സമയത്ത് നവീകരിച്ചാൽ വളരെ ഉചിതമായിരിക്കും ഇന്ന് മുതൽ മരണം വരെ എന്നുള്ളത്. ഇനി ഇത് കേൾക്കുന്ന നിങ്ങൾക്ക് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാം. പലർക്കും ഇത് കേട്ടിട്ടുണ്ടാവില്ല. അപ്പൊ ആ ബോധ്യത്തിലേക്ക് വന്ന് ദൈവ സ്നേഹായിക്ക് ക്രിസ്തുവിനെയും ക്രൂശിതനെയും പ്രതിയാണ് ഒരു സ്ത്രീയും പുരുഷനും വിവാഹത്തിൽ കൂദാശയായി വ്രതവാഗ്ദാനം എടുത്ത് ഒന്നാകുന്നത്. അതിലൂടെ കിട്ടുന്ന ശക്തിയും കൃപയുണ്ട്. അതാണ് പറഞ്ഞ അധികാരം, ഭാര്യയ്ക്കും ഭർത്താവിനും കിട്ടുന്ന അധികാരം. ആ അധികാരം ഉപയോഗിച്ച് അവർക്ക് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കാം പരസ്പരം. വിവാഹം എന്ന കൂദാശയോടെ എനിക്ക് ലഭിച്ച അധികാരം ഉപയോഗിച്ച്, അപ്പൊ അതിൽ ഏറ്റവും കൂടുതൽ എല്ലാം കൊണ്ടും ഭർത്താവിനാണെങ്കിലും ഭാര്യയ്ക്കും അതുപോലെ ഭർത്താവിന്റെ മേൽ അധികാരമുണ്ട്. എങ്ങനെ? ആത്മീയ അധികാരം, ക്രിസ്തുവിനെ പ്രതി. ഏറ്റവും കൂടുതലായിട്ട് അപ്പനമ്മയ്ക്കുള്ളത് മക്കളുടെ മേലുള്ള അധികാരം. അതുകൊണ്ടാണ് പലപ്പോഴും പറയാറ്, നിങ്ങളുടെ മക്കൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ, പൈശാചികമായ കാരണങ്ങൾ, തടസ്സങ്ങൾ തോന്നുകയാണെങ്കിൽ അപ്പനമ്മയെ മക്കളുടെ കൈകളിൽ മേല്, തലയിൽ മേല് കൈവച്ച് പ്രാർത്ഥിക്കാം. ബന്ധിച്ച് പ്രാർത്ഥിക്കാനും അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കാനുള്ള കൃപ നിങ്ങൾ എടുക്കുന്ന ഈ വ്രതവാഗ്ദാനത്തിന്റെ ശക്തിയാൽ, വിവാഹം എന്ന കൂദാശയുടെ ശക്തിയാൽ
ദൈവം തന്നിരിക്കുന്ന അധികാരമാണ്, മക്കളുടെ മേലുള്ള പരമധികാരം. അതുകൊണ്ട് മക്കളെ തലയിൽ കൈവച്ച് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കണം. എന്തെങ്കിലും പൈശാചിക തടസ്സമാണോ, അനുഗ്രഹിച്ച് അവരെ ബന്ധിച്ച് പ്രാർത്ഥിക്കാനുള്ള കൃപ ഈ രണ്ട് കൈകൾ ചേർത്ത് പിടിച്ചെടുക്കുന്ന വിവാഹങ്ങൾ കൂദാശയുടെ മഹനീയത എടുത്തു കാണിക്കുന്നു. ഇത് എടുത്തു പറഞ്ഞിട്ടുള്ള ഒരു വൈദികനാണ് എക്സോസിസ്റ്റായ ഫാദർ തോമസ് വാഴാചാരിക്കൽ, മൗണ്ട് നെബോനി അനേതര ഭാഗമെന്നുള്ള. അപ്പോ അത് നമ്മൾ മറക്കരുത്. മാതാപിതാക്കൾക്കുള്ള ഈ ശക്തി, അത് കൂദാശയുടെ ഉപയോഗിക്കേണ്ട വാക്ക് ഇത്രയാണ്: എനിക്ക് പിതൃത്വത്തിന് നൽകിയ ദൈവം വിവാഹം എന്ന കൂദാശയുടെ നൽകിയ അധികാരം ഉപയോഗിച്ചും പിതൃത്വത്തിന്റെ അധികാരം ഉപയോഗിച്ചും. അമ്മ പറയുമ്പോൾ എനിക്ക് വിവാഹം എന്ന കൂദാശയുടെ കിട്ടിയ അധികാരം ഉപയോഗിച്ചും മാതൃത്വത്തിന്റെ അധികാരം ഉപയോഗിച്ചും എന്റെ മകളുടെ മേലുള്ള സകല പൈശാചികശക്തികളുടെ ബന്ധനങ്ങളെയും തടസ്സങ്ങളെയും ബന്ധിക്കുന്നു എന്ന് പറയാം. അതുപോലെ അനുഗ്രഹിക്കുക. വ്യത്യാസങ്ങൾ ഉണ്ടായ സംഭവങ്ങൾ സാക്ഷ്യങ്ങളായിട്ട് എന്നോട് പറഞ്ഞ് എനിക്ക് അനുഭവമുള്ള സംഭവങ്ങളുണ്ട്. പല വ്യത്യാസങ്ങളും, പൈശാചിക ബന്ധനങ്ങൾ. ആത്മഹത്യയുടെ വക്കിൽ കിടന്ന് ആത്മഹത്യ ചെയ്യുന്ന പേടിപ്പിച്ചൊരു മകന്റെ കേസ് വരെയും എനിക്കറിയാം. അവന് പോലും അവൻ തലയിൽ തൊടാൻ പോലും സമ്മതിക്കില്ല അമ്മയുടെ അപ്പുറം. ഞാൻ പറഞ്ഞു, നിങ്ങൾ മുറിയുടെ അപ്പുറത്ത് പോയിരുന്ന് കൈ ഉയർത്തി അവന്റെ തലയിൽ തൊട്ട പോലെ പ്രാർത്ഥിച്ചു. ഇന്നും അവൻ ജീവിച്ചിരിക്കുന്നുണ്ട്. പല തവണ അവരുടെ മുമ്പിൽ വെച്ച്, അതൊരു പൈശാചിക പീഡനമായിരുന്നു ഈ ഒരു സംഭവം. നമ്മുടെ കേരളത്തിൽ നടന്ന സംഭവം, എനിക്കറിയാവുന്ന ഒരു സംഭവമാണ്. അപ്പൊ നമ്മുടെ സമയം അതിക്രമിച്ചു. ഇപ്പൊ ഈ അധികാരം മറക്കരുത്, സമർപ്പണം മറക്കരുത്. പത്രോസ്ലീഹ നമ്മളെ പഠിപ്പിച്ചത് മറക്കരുത്. കൂദാശയിലെടുത്ത വ്രതവാഗ്ദാനം മറക്കരുത്. ക്രിസ്തുവിനെ പ്രതി, ക്രിസ്തുവിനോട് കൂടെ, ക്രിസ്തുവിൽ തന്നെ തിരുക്കുടുംബത്തിനോടൊപ്പം. അതായത് ഇങ്ങനെ നമുക്ക് കുടുംബത്തെ തിരുക്കുടുംബത്തിന്റെ ആലയമാക്കാൻ പറ്റും. പരിശുദ്ധാത്മാവിന്റെ ആലയമാക്കാം. നമ്മൾ പരിശുദ്ധാത്മാവിന്റെ ആലയമാണ്, നമ്മുടെ കുടുംബം അതുപോലെ ആകണം. അവിടെ ഒരാൾ കൊടുക്കുന്ന ഏറ്റവും കുറച്ച് കൊടുക്കുന്ന വിട്ടുവീഴ്ചയും സൗമ്യതയും എളിമയൊക്കെ ആയിരിക്കാം പ്രത്യക്ഷത്തിൽ മാറ്റങ്ങളില്ലെങ്കിലും ഭാവിയിൽ അത് മാറ്റങ്ങൾ ഉണ്ടാകും. അത് മറക്കാതിരിക്കുക. അപ്പൊ നമുക്ക് നമ്മുടെ സമയം വർദ്ധിച്ചു പോയി, നമുക്ക് എന്തായാലും പ്രാർത്ഥിക്കാം. എല്ലാവർക്കും ഒന്ന് കണ്ണുകൾ അടയ്ക്കാം. ഈശോയുടെ തിരുഹൃദയത്തിലേക്ക് വീണ്ടും നമ്മളെ തന്നെ സമർപ്പിക്കാം. പരിശുദ്ധമ്മയുടെ വ്യാകുലത്തിലൂടെയും ഔസത്യദാനത്തെ നിർമ്മല ഹൃദയത്തിലൂടെയും നമ്മുടെ കുടുംബങ്ങളെ സമർപ്പിക്കുക, ജീവിത പങ്കാളിയെ സമർപ്പിക്കുക, മക്കളെ സമർപ്പിക്കുക, മാതാപിതാക്കളെ, സഹോദരങ്ങളെയൊക്കെ സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമേ, വലിയ കൃപയും അനുഗ്രഹം നമ്മൾ ഒഴുക്കണമേ. ആഴമേറിയ ബോധ്യങ്ങളും ക്രൈസ്തവ ചൈതന്യത്തിൽ വളരേണ്ട ആവശ്യകതയും ഈ ബോധ്യങ്ങളെല്ലാം ഹൃദയത്തിൽ പതിപ്പിച്ചുകൊണ്ട് അതിന് മുന്നോട്ട് പോകാനുള്ള അതിന് വേണ്ട ശക്തമായ കൃപ, അതിന് പരിശുദ്ധാത്മാവിന്റെ വളരെ അതിശക്തമായ പ്രവാഹം, ഞങ്ങൾ സ്ഥൈര്യലേപനത്തിൽ സ്വീകരിച്ച കൃപ ഞങ്ങളെ ഉജ്ജ്വലിപ്പിച്ച്, ഉത്തേജിപ്പിച്ച്, ദൈവസ്നേഹ അഗ്നിയിൽ ജ്വലിപ്പിച്ച് ആദ്യത്തെ മാർപ്പാപ്പ ഞങ്ങളെ പഠിപ്പിച്ചത് അനുസരിച്ച് ജീവിക്കാനുള്ള കൃപ ഞങ്ങൾക്ക് നൽകാം. ഞങ്ങളുടെ കുടുംബങ്ങളിലെ അമ്മമാർക്ക്, അപ്പന്മാർക്ക്, സഹോദരങ്ങൾക്ക്, ബന്ധുമിത്രാദികൾക്കൊക്കെ ഈ കൃപ നൽകണമേ. വിവാഹമെന്ന സാധാരണ ഒരു കാര്യത്തെ അതിപവിത്രമാക്കി കൂദാശയ്ക്ക് ഈശോ ഉയർത്തി അതിൽ നിന്നുണ്ടാകുന്ന ഫലങ്ങൾ സഭയ്ക്ക് വലിയ മകുടങ്ങളായി മാറേണ്ടതിന് വേണ്ടിയാണ്. അതിനാൽ പിശാച് അതിനെ വെറുത്ത് തകർക്കാൻ എപ്പോഴും ആഗ്രഹിക്കുന്നു. അതിനൊക്കെതിരെ പോരാടാനുള്ള കൃപ ഞങ്ങൾക്ക് നൽകണം. വിവാഹം എന്ന കൂദാശയുടെ അത്യധികമായ ലക്ഷ്യം ജീവൻ നൽകാനും ദൈവത്തിന് വേണ്ടി കുഞ്ഞുങ്ങളെ ജനിപ്പിച്ച് ദൈവത്തിന് വേണ്ടി സമർപ്പിച്ച് വളർത്താനുള്ള ബോധ്യം ഞങ്ങളുടെ കുടുംബജീവിതം നയിക്കുന്നവർക്കും ഈ കുടുംബജീവിതത്തിലേക്ക് വരുന്നവർക്കും കൊടുക്കണം എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ എല്ലാ സഹനങ്ങളും പാഴാക്കാതെ കുടുംബജീവിതത്തിൽ ഉണ്ടാകുന്ന എല്ലാ, കർത്താവെ, അങ്ങ് ജോസഫമ്മ നെഡ്സിനോട് പറഞ്ഞതുപോലെ അയോഗ്യരാണ് ഞങ്ങൾ, പാപികളാണ്, ബലഹീനരാണ്, ദുർബലരാണ്, എപ്പോ വേണമെങ്കിലും നിലത്തി വീണോ, എപ്പോ വേണമെങ്കിലും പതറിപ്പോ, ഇന്നെടുത്ത തീരുമാനം നാളെ മുന്നോട്ട് പോകാനുള്ള തകർന്നു പോകാം, പ്രതികൂലം വരുന്നുണ്ടോ, എങ്കിലും അത് കാഴ്ചവെക്കാൻ മറക്കാതെ അങ്ങയുടെ തിരുമുറിവുകളോട് ചേർത്ത് കാഴ്ചവെക്കാനുള്ള കൃപ ഞങ്ങൾക്ക് നൽകണമേ. ഞങ്ങളെ വിശദീകരിക്കണമേ. പുതിയ വർഷത്തിലേക്ക് ഞങ്ങൾ പ്രവേശിക്കുമ്പോൾ വലിയ വലിയ വചനമനുസരിച്ച് ജീവിക്കുവാനും ജീവിതത്തിൽ ഉണ്ടാവുന്ന പ്രതിസന്ധികൾ തകർന്നു മാറ്റിരിക്കാൻ അത് കാഴ്ചവെച്ചിരുന്നതിനുള്ള ശക്തി ഞങ്ങൾക്ക് നൽകണമേ. ഈശോ മാതാവ് പിതാവേ, ഞങ്ങളെ സഹായിക്കണമേ. അപേക്ഷിച്ചാൽ ഉപേക്ഷിക്കാത്ത അമ്മയോട് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ എല്ലാ നിയമങ്ങളും കുടുംബജീവിതവും എല്ലാം മക്കളുടെ എല്ലാവരുടെ നിയമങ്ങളും സമർപ്പിച്ചുകൊണ്ട് നമുക്ക് അർത്ഥം മനസ്സിലാക്കി ഹൃദയത്തിന്റെ ആഴത്തിൽ നിന്ന് കണ്ണുകൾ അടച്ചുകൊണ്ട് പരിശുദ്ധ അമ്മയെ
ഉള്ളിൽ ധ്യാനിച്ചുകൊണ്ട് നമ്മുടെ കൈകൾ മാതാവിന്റെ പാദത്തിൽ വെക്കുന്നതായിട്ടും പരിശുദ്ധമ്മയുടെ ഹൃദയത്തിലേക്ക് നോക്കിക്കൊണ്ട് നമുക്ക് അപേക്ഷിക്കാം. എത്രയും ദയുള്ള മാതാവേ, അങ്ങയുടെ സങ്കേതത്തിൽ ഓടി വന്ന് അങ്ങയുടെ സഹായം തേടി അങ്ങയുടെ മാധ്യസ്ഥ അപേക്ഷിച്ചവരിൽ ഒരുവനെ പോലും ലോകത്തിൽ നീ ഉപേക്ഷിച്ചതായി കേട്ടിട്ടില്ലെന്ന് ഓർക്കണമേ. കന്യകളുടെ രാജ്ഞിയായ കന്യകയെ, ദയുള്ള മാതാവേ, ഈ വിശ്വാസത്തിൽ ധൈര്യപ്പെട്ട് അങ്ങയുടെ തൃപ്പാദങ്ങൾ ഞാൻ അണയുന്നു. വിലപിച്ച് കണ്ണുനീർ ചിന്തി പാപിയായ ഞാൻ അങ്ങയുടെ ആഴത്തെ കാത്തുകൊണ്ട് അങ്ങയുടെ സന്നിധിയിൽ നിൽക്കുന്നു. അവതരിച്ച വചനത്തിന്റെ മാതാവേ, എന്റെ അപേക്ഷ ഉപേക്ഷിക്കാതെ ദയാപൂർവം കേട്ടറിയണമേ. ആമേൻ. ജന്മപാപം കൂടാതെ ഉത്ഭവിച്ച പരിശുദ്ധ മറിയമേ, പാപികളുടെ സങ്കേതം ഇതാ അങ്ങയുടെ സങ്കേതത്തിൽ ഞങ്ങൾ ഓടി വന്നിരിക്കുന്നു. ഞങ്ങളുടെ മേൽ അയലുമായിരുന്നു, ഞങ്ങൾക്ക് വേണ്ടി, ഞങ്ങളുടെ കുടുംബങ്ങൾക്ക് വേണ്ടി, ഞങ്ങളുടെ ജീവിത പങ്കാളികൾ, മക്കൾ, മാതാപിതാക്കൾ, സഹോദരങ്ങൾ, ഞങ്ങൾ ആർക്കെല്ലാം വേണ്ടി പ്രാർത്ഥിക്കാൻ കടപ്പെട്ടിരിക്കുന്നു. അവർക്ക് വേണ്ടി, വിവാഹത്തിന് ഒരുങ്ങുന്ന മക്കൾക്ക് വേണ്ടി, കുടുംബ വർഷത്തിൽ വിവാഹിതരാകുന്ന മക്കൾക്ക് വേണ്ടി, അതിനായിട്ട് അതിയായി പ്രാർത്ഥിച്ചിരിക്കുന്ന മക്കൾ, വിവാഹ തടസ്സങ്ങൾ മാറ്റപ്പെടുന്നതിന് വേണ്ടി, വിവാഹത്തിലുണ്ടാകുന്ന വിള്ളലുകൾ അകറ്റപ്പെടുന്നതിന്, അതിലുണ്ടാകുന്ന പൈശാചിക ഇടപെടലുകൾ തകർക്കപ്പെടുന്നതിന് വേണ്ടി അങ്ങയുടെ തിരുക്കുമാരന്റെ പക്കൽ വിശുദ്ധ ഔസേപ്പിതാവിനോടൊപ്പം അമ്മ ഞങ്ങൾക്ക് ഓരോരുത്തർക്കും വേണ്ടി നിരന്തരം മാധ്യസ്ഥം വഹിക്കണമേ. കൃപ നിറഞ്ഞ മറിയമേ, സുസ്ഥി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മയെ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചോളാം. ഈശോ മിശിഹായുടെ എല്ലാ വാഗ്ദാനങ്ങൾക്കും ഞങ്ങൾ എല്ലാവരും യോഗ്യരായി തീരുവാൻ സർവേശ്വരന്റെ പരിശുദ്ധ മാതാവേ, ഞങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടിയും ഞങ്ങളുടെ കുടുംബങ്ങൾക്ക് വേണ്ടിയും വിവാഹ ജീവിതം തെരഞ്ഞെടുത്തവർക്ക് വേണ്ടിയും പ്രത്യേകം മാധ്യസ്ഥം വഹിക്കണം. ഈശോയ്ക്കും മറിയത്തിനും ഔസേപ്പിതാവിനും സ്തുതിയായിരിക്കട്ടെ.